ചെയ്യുന്ന സമയത്താണ് അബ്ദുൽ ലത്തീഫ് അങ്ങനെ ചെയ്തത്. ഇതിലുള്ള ആ അത് മാത്രമല്ല, ഈ അബ്ദുൽ ലത്തീഫിന് നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലെ PSC ആയിട്ട് ബന്ധപ്പെട്ടും മറ്റൊരുപാട് PSC ഈ കോച്ചിങ്ങിന് ക്ലാസ്സുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു ഒരു വ്യക്തിയാണ് നമ്മളെ അബ്ദുൽ ലത്തീഫ്. പിന്നെ വേറെ മറ്റു രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷാജി, ആരിഫ് ഒക്കെ. ഈ ഷാജിയും ആരിഫും ഇവർ മൂന്നുപേരെയും ഞാൻ പഠിപ്പിച്ചതാണ്. ഈ മൂന്ന് പേരും പഠിക്കുന്ന കാലത്തായാലും ശരി, അതിനുശേഷം ആയാലും ശരി, ഒരുപാട് PSC പരീക്ഷകൾ എഴുതി PSC ഒക്കെ ലഭിച്ച് പല സ്ഥലത്ത് ജോലി ചെയ്ത് പല പല പരിചയങ്ങൾ സിദ്ധിച്ചതിന് ശേഷം ഇപ്പൊ ഇവർ മൂന്നുപേരും ഇപ്പൊ അബുദാബിയിലെ ഒരു പ്രശസ്തമായ ഒരു വലിയ സ്ഥാപനത്തിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതായത് എനിക്ക് ഒരുപാട് സാങ്കേതിക സഹായങ്ങളൊക്കെ ആവശ്യപ്പെടും. അതായത് ഞാൻ കുറെ കാലം നമ്മൾ തിയറി സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചു വന്നു, കുറെ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, കുറെ കാലം സിദ്ധാന്തങ്ങൾ മാത്രം 10-30 വർഷക്കാലം ഞാൻ പഠിപ്പിക്കുമ്പോഴും എനിക്ക് ഈ മെഡിക്കൽ ലബോറട്ടറി ഏതെങ്കിലും ഒരു സാങ്കേതിക വശങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെന്താ വെച്ചാൽ ഈ മൂന്ന് പേരും എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, സാങ്കേതിക വിദഗ്ധരാണ്. പല കാര്യങ്ങളും ഇപ്പോൾ കാലിബ്രേഷൻ ആയാലും കൺട്രോളിന്റെ കാര്യമായാലും ശരി, ലബോറട്ടറി അക്രഡിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിലൊന്നും വലിയ വലിയ അവഗാഹങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പുസ്തകം വായിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് സാങ്കേതിക പ്രായോഗിക വശങ്ങൾ വരുമ്പോൾ അധികവും ഞാനും മറ്റുള്ള ഫാക്കൽറ്റി ഒരുപാട് സംശയം ചോദിച്ചത് ഈ ആരിഫ്, ഷാജി, ലത്തീഫ് ഇവരോടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർക്ക് മൂന്ന് പേർക്കുള്ള ഒരു കാര്യമാണ്, നമ്മൾ മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷൻ ഇങ്ങനെ ആയാൽ പോരാ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അവരെല്ലാം കുറെ തിയറികൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ, പ്രായോഗവശങ്ങളിലേക്ക് എത്തുന്നില്ല. നമ്മളുടെ അത്തരം മനുഷ്യ വിഭവങ്ങൾ ഒരു സ്ഥാപനങ്ങളിലേക്ക് ആവശ്യപ്പെടുമ്പോഴേ അവർ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ വരും, ഞങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് കുറെ കാലം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും ഈ ബുദ്ധിമുട്ടില്ലാതെ കുറെ കാര്യങ്ങൾ പഠിച്ച പാട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രായോഗിക വശങ്ങൾ സ്വായത്തമാക്കിയിട്ട് ആ ആശുപത്രിയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ സഹായിക്കാൻ പല കുട്ടികൾക്കും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്കയും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ ഒരു PSC കോച്ചിങ് ക്ലാസ് മാത്രമല്ല, ഈ മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷനിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അതായത് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പലതും കിട്ടുന്നില്ല, ആ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കിയിട്ട് അവർക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ വഴി എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചെടുത്ത് അവരെ ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഫിനിഷിംഗ് സ്കൂൾ വഴി അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വളരെ 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 ബൃഹത്തായ കുറെ ആശയങ്ങളാണ് നമ്മുടെ ഡയറക്ടേഴ്സിന് മുമ്പിലുള്ളത്. അപ്പൊ അങ്ങനെ ആണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ ആ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവര് അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ DMEയിലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിളിക്കും, അടുത്ത് തന്നെ വിളിക്കും, അടുത്ത് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഈ കുട്ടികളെല്ലാം ഒരു കോച്ചിങ്, അതായത് മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷന്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ കഴിവുകളൊക്കെ പരിപോഷിപ്പിച്ചിട്ട് അവരെ ഈ പല പ്രൊഫഷനും ഈ PSCക്ക് മാത്രമല്ല ഇതേമാതിരി മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷനിലെ പല മേഖലകളിലേക്ക് വഴിതിരിച്ചു വിട്ട് അവർക്ക് ജോലി ലഭ്യമാക്കി കൊടുക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ വശങ്ങളും ഇവർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് ഇവിടെ രൂപം കൊണ്ടത്. പിന്നെ പറയാച്ചാല് ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങൾക്കൊരു നല്ലൊരു ഫാക്കൽറ്റി ടീമുണ്ട്, ഒരു 10-20 ആൾക്കാരുണ്ട്. ഇതിൽ PhD എടുത്ത ആൾക്കാരുണ്ട്. പലരും പല കോളേജുകളിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിപ്പിക്കുന്ന കോളേജിൽ BSMLTയും എല്ലാം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ 30 വർഷക്കാലങ്ങളിൽ ഞാൻ കണ്ട എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ വളരെ ഔത്സുക്യം കാണിച്ച ആൾക്കാരാണ്. അങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ള പഠിപ്പിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്. ഏതാണ്ട് 10-20 ഫാക്കൽറ്റികളുണ്ട്. ഈ ഫാക്കൽറ്റികളെല്ലാവരുമാണ് ഈ അധ്യാപക സമൂഹമാണ്, അധ്യാപക കൂട്ടായ്മയാണ് ശരിക്കും ഈ അക്കാഡമിയുടെ കരുത്ത്. അങ്ങനെ കരുത്തുറ്റ ഒരു അധ്യാപക കൂട്ടായ്മയുള്ള ഒരു അക്കാഡമി ആയിരിക്കും ഇത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പറയാനുള്ളത് നിങ്ങളെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും
വന്നിരിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് ആയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് സാധ്യമാവില്ലല്ലോ. നമുക്കിപ്പോൾ 15 വേക്കൻസി ആണെങ്കിൽ 15 പേർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 50 ആണെങ്കിൽ 50 പേർക്ക്, 100 പേരാണ് 100 പേർക്ക് മാത്രമേ ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആവാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടുതൽ ഇല്ല. എത്ര വേക്കൻസി ഉണ്ടോ അത്ര പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് പല കോച്ചിങ് സെന്ററുകളുണ്ട് ഇവിടെ, പല സ്വന്തം പഠിക്കുന്നുണ്ട്, സ്വന്തം കഠിന അധ്വാനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പഠിക്കുന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ട്. വലിയ ഒരു ഉദ്യോഗാർത്ഥി സമൂഹം തന്നെ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഈ ജോലി ലഭ്യമായുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുക? അപ്പൊ എങ്ങനെ വേണം? ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ മുന്നിലെത്തണം. ആ മത്സരത്തിൽ മുന്നിലെത്തണമെങ്കിൽ അവർ പല പല രീതിയിൽ പഠിക്കേണ്ടി വരും, പലത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും, പലരോടും ചോദിച്ചു പഠിക്കേണ്ടി വരും, പല ഹോംവർക്കുകൾ ചെയ്യേണ്ടി വരും, പല രീതിയിലും പല പല രൂപത്തിലും പല ടിപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ്. അത് മുമ്പിലെത്തുക എന്നുള്ളതാണ്. ആ മുമ്പിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും, നമുക്ക് ഒരാളെ മാത്രം പരിപോഷിപ്പിക്കാൻ പറ്റില്ല, എല്ലാവരെയും മുമ്പിലെത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ കർത്തവ്യം. അപ്പോൾ ആ ഒരുക്കിയെടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ ശ്രദ്ധ മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലെത്താൻ പറ്റില്ല. അങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ അർത്ഥത്തിലും എല്ലാം ശ്രദ്ധിച്ച് എല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ആൾക്കാർക്ക് മാത്രമേ മുന്നിലെത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ മുന്നിലെത്താനുള്ള ഓട്ടത്തിൽ എല്ലാം ശ്രദ്ധയോടെ, അടിതെറ്റാതെ, കാൽ പതറാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ സ്വയം ഒരുങ്ങണം. ഞങ്ങൾ നിങ്ങളെ ഒരുക്കാൻ ശ്രമിക്കും. ഈ PSC പരീക്ഷ, ഏത് പരീക്ഷയിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുക, നമ്മൾ ഉത്തരം പറയാൻ വേണ്ടത്. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എന്തിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്? ഈ തരുന്നത് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ PSCക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ മനുഷ്യ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ, അതിൽ കഴിവുള്ള ആൾക്കാരെ ലഭിക്കണമെങ്കിൽ നിങ്ങളെ കഴിവുകൾ അവർക്ക് അളക്കണം. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയോ എന്ന് അവർക്ക് നോക്കണം. ആ കാര്യങ്ങൾ അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ അടങ്ങിയ ബുക്കുകളോ മാത്രം പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ബുക്കിലടങ്ങിയ PDF മാത്രം നോക്കി പഠിച്ചതുകൊണ്ട് നമുക്ക് മുന്നിലെത്താൻ പറ്റില്ല. മുന്നിലെത്തണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ആഴത്തിൽ പഠിക്കണം. ഈ ആഴത്തിൽ പഠിപ്പിച്ചു തരാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. പക്ഷെ ആഴത്തിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും, നമ്മൾ സിലബസ് ഇപ്പം ലത്തീഫ് സാർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ സിലബസ് പ്രകാരം നിങ്ങൾ അതിനെ നല്ല വസ്തുനിഷ്ഠമായിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസും ഞങ്ങൾ തരുന്ന ടിപ്പുകളും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ച് മാത്രമേ നിങ്ങൾക്ക് മുന്നിലെത്താൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഈ PSC പരീക്ഷയ്ക്ക് നിങ്ങൾ മുന്നിലെത്തിയിട്ടില്ല എങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ള പല ജോലി സാധ്യതകളുണ്ട്. കേരളത്തിന് പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്ത് ശ്രദ്ധിക്കപ്പെടാത്ത പല രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും എവിടെയൊക്കെ ജോലി സാധ്യതകളുണ്ടോ ആ ജോലി സാധ്യതകളൊക്കെ തേടിപ്പിടിച്ച് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുവാനും കൂടി ഈ അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് അവർ അതിപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഉപകാരങ്ങൾ, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അവർ ഇപ്പോൾ തന്നെ കുറച്ചു കാലങ്ങളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മോളിക്കുലർ ബയോളജിയിലെ ഒരു DNA എക്സ്ട്രാക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, UAE ഇത് എവിടെയാ ചെയ്യുന്നത്, ആർക്കും അറിയില്ല. അതുപോലെ ലത്തീഫ് അത് അന്വേഷിച്ച് പിടിച്ചിട്ട് അദ്ദേഹത്തിന് അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം അവിടെ പോയി ആ മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് കഴിഞ്ഞ ദിവസം ലത്തീഫിനെ വിളിച്ചിട്ടുണ്ട്, എനിക്കത് ചെയ്ത് കിട്ടി സാറേ എന്നും പറഞ്ഞുകൊണ്ട്. ആ രീതിയിലുള്ള ഡെഡിക്കേറ്റഡ് വളരെ അർപ്പണബോധത്തോടു കൂടിയാണ് ഈ അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് മെഡിക്കൽ ലബോറട്ടറി പ്രൊഫഷന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ പല ആൾക്കാരുണ്ട്. അതായത് സാധാരണ DMLT കഴിഞ്ഞ ആൾക്കാരുണ്ട്, BSMLT കഴിഞ്ഞ ആൾക്കാരുണ്ട്, MSCMLT കഴിഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് എന്റെ ലിസ്റ്റിൽ ഞാൻ പഠിപ്പിച്ച കുറെ ആൾക്കാർ MSCMLT കഴിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ വലിയ വലിയ കഴിവുള്ള ആൾക്കാരുണ്ട്. ഇത് ഇപ്പോഴും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ തന്നെ അന്ന് പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ കഴിവുകളുള്ളവരുണ്ട്. നല്ല വിജ്ഞാന ശേഖരമുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഈ PSC ആസ്പിരന്റ് ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ അവർക്കും അങ്ങനെ കഴിവുള്ള ആൾക്കാരുണ്ടാവും. ആ കഴിവുള്ള ആൾക്കാർക്കും നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സുകൾ എടുക്കുകയും ഡിസ്കഷനിൽ മറ്റും പങ്കെടുക്കുകയും അങ്ങനെ നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെ ആ അക്കാഡമിക് ഉന്നമനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിശ്രമിക്കണം എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരുപാട് കഴിവുള്ള ആൾക്കാരെ അതിനകത്ത് കണ്ട്, പല യൂട്യൂബർമാരുണ്ട്, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് അറിയുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെ വെറും ക്ലാസ് കേൾക്കുക മാത്രമല്ല, ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വിഷയം പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് ആവശ്യപ്പെടാം, പഠിപ്പിക്കാം. അത് മെറ്റീരിയൽ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ അത് ഇതിന്റെ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ്. അവർക്ക് വേണം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും റെമുനറേഷൻ ഒക്കെ കൊടുക്കാം എന്നതാണ്. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അത് ഡയറക്ടർ ബോർഡ് തീരുമാനിക്കണം. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളെ പറ്റി പറഞ്ഞു, നിങ്ങളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ ഞങ്ങളും നിങ്ങളും ഒന്നുമില്ല, ഇനിയിപ്പോ നമ്മളാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ പഠിക്കുന്നവരായാലും ഞങ്ങൾ പഠിപ്പിക്കുന്നവരായാലും ശരി, ഈ പഠിക്കുന്നവർക്ക് പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്നവർക്ക് പഠിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണിത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരും എല്ലാം അറിയുന്നവരല്ല. അവരും ഓരോരോ സബ്ജക്റ്റ് മാത്രം അത് റെഫർ ചെയ്ത് പഠിപ്പിക്കുന്നവരാണ്. അതിലും നന്നായിട്ട് അറിയുന്ന ഒരാൾക്കാർ ഒരുപക്ഷെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ഉണ്ടാവാം. അവർക്കും വന്നപ്പോൾ കൈപൊക്കാം, കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്കഷനിലൂടെ പലരും പഠിക്കുകയും ചെയ്യും. പക്ഷെ പഠിപ്പിക്കാൻ കഴിവുള്ള, അല്ലെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള, പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള, പഠിപ്പിച്ച് പരിചയമുള്ള കുറെ അധ്യാപകരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ അതിലും കഴിവുള്ള ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ വിജ്ഞാനമുള്ള ആൾക്കാരുണ്ടാവും. അവരും എല്ലാവരും കൂടി ഞങ്ങളും നിങ്ങളും ചേർന്നിട്ട് നമ്മളായി തീരണം എന്ന് ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും നിങ്ങളും നമ്മളായി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ ഈ ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ചന്ദ്രൻ സാർ ഫോർ ദ ഇൻസ്പയറിംഗ് സ്പീച്ച്. ഇപ്പം എല്ലാവരും സാറിൻ്റെ നമ്മളും നിങ്ങളും പിന്നെ എല്ലാവരും അല്ലേ, ആ ഒരു കൺസെപ്റ്റിൽ പിന്നെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ലത്തീഫ് സാറിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ലത്തീഫ് സാറ് കുറേ PSC എക്സ്പീരിയൻസും പിന്നെ ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സർവകലാ വല്ലഭനും കൂടിയാണ്. ഓവർ ടു ലത്തീഫ്. താങ്ക് യു ഷാജി, താങ്ക് യു ഭാസ്കരൻ സാർ. ഏറെ പ്രിയപ്പെട്ട ചന്ദ്രൻ സാർ, വളരെയേറെ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക്, ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വാക്കുകൾ ഹൃദയം തുറന്ന് ഈ വേദിക്ക് മുമ്പിൽ സമർപ്പിച്ചതിൽ ഉള്ള സന്തോഷം, ദൈവത്തോടുള്ള നന്ദിയൊക്കെ അറിയിക്കുകയാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അംഗീകാരമാണ് അങ്ങ് ഞങ്ങൾക്ക് തന്നത്. അതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ചന്ദ്രസാറെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു അധ്യാപക വിദ്യാർത്ഥി ആ ബന്ധത്തിനപ്പുറത്ത് ഒരു നല്ല സഹോദരനോടുള്ള എപ്പോഴും ഒരു രക്ഷകർത്താവിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും ഞങ്ങൾക്ക് ഗൈഡൻസ് നൽകുകയും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണ്. ആ വിളക്ക് നിങ്ങൾക്ക് കൂടെ തുണയാകട്ടെ, ഈ ALSന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും തുണയാകട്ടെ. കാരണം ALSന്റെ മുഖ്യ രക്ഷാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോഴും അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് കുട്ടികളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. വരും തലമുറയെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ALSന്റെ ഡയറക്ടേഴ്സ് എന്ന നിലക്ക് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിളക്ക്, ഈ തിരി നിങ്ങളുടെ കൈകളിലേക്ക് കുറച്ചു കഴിഞ്ഞ് ഏൽപ്പിക്കണം എന്നാണ് സത്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നും ഞങ്ങൾ തന്നെ ഡയറക്ടർമാരായിരിക്കണം എന്ന് പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ALS അതൊരു ദീപശിഖാ പ്രയാണം പോലെ അതെങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റപ്പെടേണ്ടതാണ്. ഇന്ന് മൊത്തത്തിലുള്ള ഒരു മെഡിക്കൽ ലബോറട്ടറി കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള
ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള, പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകളാണ്, ചിന്തകളാണ്. ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ പല ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അതിനിടയിലാണ് ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല, DME എക്സാമുകൾക്കുള്ള PSC കോച്ചിങ് വിളിച്ചത്. അപ്പൊ ആ സമയത്ത് കുറെ വർഷങ്ങളായിട്ട് തന്നെ കുറെ കുട്ടികൾ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു പുസ്തകം ഇറക്കിയത് കൊണ്ട് 2005 ഞങ്ങളെല്ലാം കൂടി പുസ്തകം ഇറക്കിയത് കൊണ്ട് ഇപ്പോഴും ആ പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് എവിടുന്നൊക്കെയോ നമ്പർ തപ്പിപ്പിടിച്ച് ഇപ്പോഴും കുട്ടികൾ അന്വേഷിക്കാറുണ്ട്, സാറേ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് തരുമോ, സാറേ കുറച്ച് പുതിയ കോച്ചിങ് തരുമോ, ഞങ്ങളൊരു 10-20 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ വാട്സാപ്പിൽ പറഞ്ഞു തരുമോ, ഇങ്ങനെയൊക്കെ. ഈവൻ ലാസ്റ്റിന് ഇതിനു മുമ്പ് കഴിഞ്ഞ DMEക്ക് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ DMEക്കോ ഞാനൊരു ഓർഗനൈസേഷന്റെ AKMLT എന്ന് പറയുന്ന ഓർഗനൈസേഷന് വേണ്ടി ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നു എന്നതിൽ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ പരിപാടി നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെ കുറച്ചും കൂടെ ഒന്ന് എന്താക്കാം, നമുക്ക് സിസ്റ്റമാറ്റിക് ആക്കാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ALS അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസിന്റെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വിങ് ഇങ്ങനെ മത്സര പരിശീലന പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. കാരണം ALSന്റെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട്. ആ ബ്രാഞ്ചുകളിൽ ഒരു വിങ് മാത്രമാണ് PSC അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു വിങ്. ആ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര 2 സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ ഇപ്പൊ തന്നെ ഒന്ന് പങ്കുവെക്കണം. ഒന്ന്, അടുത്ത ഞായറാഴ്ച നമ്മുടെ സെമിനാർ രാത്രി 8 മണിക്ക് ഡോക്ടർ രാജലക്ഷ്മിയാണ് ചെയ്യുക. ഡോക്ടർ രാജലക്ഷ്മി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MSc MLT ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയില് പോസ്റ്റ് ഡോക്ക് ചെയ്യാണ്, പോസ്റ്റ് ഡോക്ക് ഗവേഷക വിദ്യാർത്ഥിനിയാണ്. അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച്, അവർ വളരെ, നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ചെറിയൊരു വാട്സപ്പിലാണ്, എനിക്ക് അവരെ പേഴ്സണലായിട്ട് പരിചയമില്ല, ചെറിയൊരു 5-6 വാട്സപ്പ് ചാറ്റിലൂടെ തന്നെ അവർ പറഞ്ഞു, ഐ ആം റെഡി, ഇന്ന് എനിക്കൊരു കോൺഫറൻസ്, നാളെ സൺഡേ എനിക്കൊരു കോൺഫറൻസിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ, നെക്സ്റ്റ് വീക്ക് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് സൺഡേ അവരുടെ ടോക്കാണ്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറേഷനെ, എന്റെ താഴെയുള്ള ജൂനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു വിങ് നമുക്കുണ്ട്. നമുക്ക് എന്തേ വേണ്ടുള്ളൂ, എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നിന്ന് പരസ്പരം ഒന്ന് ഒന്നിച്ചു നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരുമിച്ച് പരമാവധി ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതിന് വേദി ഉണ്ടാക്കുക, അതിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അത് തന്നെയാണ് ALSന്റെ സന്തോഷം എന്ന് പറയുന്നത്. നോക്കൂ, ഇന്നിപ്പോ ഒരു സുഹൃത്തിനെ സുഹൃത്തല്ല, എൻ്റെ ഒരു വിദ്യാർത്ഥി, ആ പേരൊന്നും ഞാൻ പറയില്ല, വിദ്യാർത്ഥിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ PSC കോച്ചിങ്ങിന് ഫീസ് അടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരാളുടെ ഫീസ് ഞാൻ അടക്കാമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്, ആൾക്ക് PSC കിട്ടിയിട്ടുണ്ട്, ഗവൺമെന്റിൽ ജോലി ചെയ്യുകയാണ്. എന്നെ കുറച്ചു മുമ്പ് എന്നെ വാട്സപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ ഇതിൽ തീരെ പ്രയാസമുള്ള ഒരു കുട്ടിയുടെ ഫീസ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമുക്ക് കിട്ടുന്ന അനുഭവം അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലും പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം പിന്തുണയാകാനും കഴിയുന്ന ഒരു നല്ല ഹൃദയമുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ആദ്യമേ പറഞ്ഞേക്കാം, ഇനി നിങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യേണ്ട, വീണ്ടും ചോദിക്കേണ്ട. അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചു. കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, സാറേ ഫീസ് ഒരു ഇൻസ്റ്റാൾമെന്റിൽ ചെയ്യാവോ? നമുക്കൊരു ഫീസ് അല്ല, ചന്ദ്ര സാർ പറഞ്ഞ പോലെ ഫീസ് അല്ല പ്രധാനം, ഫീസ് പ്രധാനം തന്നെയാണ്, എന്നാൽ അത് ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും, നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാൻ ആദ്യമേ പറയുകയാണ്. ഇനി അത് വീണ്ടും ഇങ്ങനെ വാട്സപ്പിൽ ചാറ്റിൽ പേഴ്സണലായിട്ടും അല്ലാതെ നിങ്ങൾ ചോദിക്കേണ്ട, അതിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഫീസിനെക്കാളും എപ്പോഴും ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അനുഭവം എന്താ വെച്ചാല് 2008 തോന്നുന്നു, ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു സ്കൂളിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട്, അപ്പൊ അന്ന് തന്നെ ഞാൻ LSS പരീക്ഷകൾക്ക് ക്ലാസ് എടുക്കും, USS പരീക്ഷകൾക്ക് ക്ലാസ് എടുക്കും, നവോദയ പ്രവേശന പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കും, NMMS എന്ന് പറയുന്ന പരീക്ഷ ഉണ്ട് 8ാം ക്ലാസ്, നിങ്ങൾക്കറിയാം, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ, NTSC നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, പഴയ അതിന്റെ പേര്. അപ്പൊ അതിപ്പോ NMMS ആയി. അപ്പൊ ഇതിനൊക്കെ അന്നേ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോ ആ പഞ്ചായത്ത്, ആ എന്റെ സ്കൂൾ നിലനിൽക്കുന്നതിന്റെ അപ്പുറത്തെ പഞ്ചായത്തിൽ
ഒരു 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 കൂട്ടായ്മ, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ കുറച്ച് PSC ക്ലാസ്സുകൾ തുടങ്ങി. PSC ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ PSCക്കുള്ള ക്ലാസ്. അപ്പൊ അവർക്ക് എന്തോ തെറ്റിദ്ധരിക്കും, ഞാൻ എന്തോ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ധാരണയിൽ എന്നെ അങ്ങോട്ട് വിളിച്ചു. ആദ്യത്തെ ക്ലാസ് ഇതേപോലെ ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ പോവുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഒരു 3 മണിക്കൂർ ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടിയെ തൽക്കാലം ഞാൻ പ്രതീക്ഷ എന്ന് പേര് വിളിക്കുന്നു. എന്താണ് പേര്? പ്രതീക്ഷ. പ്രതീക്ഷ ശരിയായ പേരല്ല. പ്രതീക്ഷ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ഫാദർ എന്നെ എൻ്റെ ഉമ്മയും പിന്നെ എന്നെയൊക്കെ എന്നെയും എൻ്റെ അനിയത്തെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്. എൻ്റെ അമ്മക്ക് വലിയ സുഖമൊന്നുമില്ല. ഞാനാണ് വീട്ടിലെ അത്താണി. ഞാൻ അത്യാവശ്യമൊക്കെ പഠിക്കുമായിരുന്നു. ഒരു 10ാം ക്ലാസ് ശേഷം 11ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പൊ രാവിലെ ഞാൻ പോയിട്ട് പശുവിനെ കറക്കും. എന്നിട്ട് ആ പാലൊക്കെ അടുത്ത വീടുകളിലും അതോടൊപ്പം തന്നെ അങ്ങാടിയിലെ കടയിലൊക്കെ കൊണ്ടു കൊടുക്കും. അതിനുശേഷം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യും എന്നറിയാവോ? തയ്യലിന് പോവും. തയ്യലിന് പോയിട്ട് ഈ വരുമാനങ്ങൾ എല്ലാം കൊണ്ടാണ് എൻ്റെ അമ്മയെയും എൻ്റെ അമ്മയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുന്നത്. അനിയന്റെ പഠനവും ഞാൻ നടത്തുന്നത്. അപ്പോ എനിക്ക് PSC കിട്ടും. ആരൊക്കെയോ പറഞ്ഞിട്ട് ആ പഞ്ചായത്തിലെ ആ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്താണ്. പിന്നെ പഠിച്ച 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെ വിളിച്ചു ചേർത്താണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. അപ്പൊ എനിക്ക് എന്തോ സ്പാർക്ക്. ഞാൻ പറഞ്ഞു, നിനക്ക് PSC കിട്ടും, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം, ഞാൻ നിന്നെ ഏറ്റെടുക്കാൻ പോവാണ്, ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ശരിയാണ് സാർ, എനിക്കൊരു ഗവൺമെന്റ് ജോലി, കാരണം ഞാൻ 3 മണിക്കൂർ ഗവൺമെന്റ് ജോലിയുടെ ചില പ്രത്യേകതകളും അതിന്റെ സ്വഭാവ വിശേഷങ്ങളും അത് കിട്ടിയാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടി ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുത്തു. എനിക്ക് ജോലി കിട്ടിയേ മതിയാകൂ സാർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കണ്ണീരോട് കൂടിയാണ് എന്റെ മുന്നിലേക്ക് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഏറ്റെടുക്കാം, പക്ഷെ എനിക്ക് നീ ഒരു ഗ്യാരണ്ടി തരണം, അടുത്ത ഒരാഴ്ച കൊണ്ട് നീ 700 പോയിന്റ് പഠിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൃശ്ശൂരിലുള്ള H&C പബ്ലിക്കേഷൻസ് പറഞ്ഞ പബ്ലിക്കേഷൻ, നിങ്ങൾക്ക് ട്രെയിനിലൊക്കെ പോണ സമയത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു ബുക്ക് വിൽക്കുന്ന ഒരു പബ്ലിക്കേഷൻ H&Cയുടെ ഒരു പുസ്തകം ഞാൻ അവൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. ഏകദേശം ഒരു 5000 പോയിന്റ്സ് ഉള്ള പുസ്തകം. മോളെ നീ ഒന്നും ചെയ്യണ്ട, അടുത്തൊരു 7 ദിവസം കൊണ്ട് നീ 700 പോയിന്റ് പഠിച്ചിട്ട് നെക്സ്റ്റ് വീക്കും ഞാൻ തന്നെയാണ് വരുന്നത്. ഞാൻ ജനറൽ സയൻസ് എന്ന് പറയുന്ന ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നീ 700 പോയിന്റ് പഠിക്കാൻ നീ ഡെയിലി 100 പോയിന്റ് പഠിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് പഠിക്കേണ്ടതെന്ന്. അപ്പൊ അവള് പറഞ്ഞു, സാറേ ഇതൊക്കെ പോസിബിൾ ആണോ? എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയോ? ഞാൻ എന്നോ പഠനം ഉപേക്ഷിച്ചു പോയതാണ്, എന്നെ കൊണ്ട് ഇത് പറ്റൂല സാറേ. ഞാൻ പറഞ്ഞു, നിനക്ക് 10ാം ക്ലാസ് പാസ്സാകാനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിനക്കത് പറ്റൂന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് തവണയൊക്കെ ആ ഒരാഴ്ച ഒരു കോണ്ടാക്ട് ഒക്കെ ചെയ്തു. ആ കുട്ടി അടുത്ത ആഴ്ച വന്നത് 700 പോയിന്റ് പഠിച്ചിട്ടാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, 700 പോയിന്റ് പഠിച്ചു ഞാൻ ഉറപ്പ് വരുത്തി ആ കുട്ടിയെ കൊണ്ട്. ചില ചോദ്യങ്ങൾ ഇടക്കെന്ന് ചോദിച്ചു. നോക്കൂ, 1 മാസം കഴിഞ്ഞ് ആ കുട്ടിക്ക് ഇത് പഠിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി എല്ലാ ദിവസവും അവള് മെല്ലെ ഈ 100 പോയിന്റ് എന്നുള്ളത് കൂട്ടി തുടങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായി തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവൾ പറഞ്ഞു, ഈ പുസ്തകം കഴിഞ്ഞ ശേഷം അന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, സ്മൈൽ എന്ന പേരിൽ, ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി. ഒരു നല്ല ബുക്കായിരുന്നു അത്, ഒരു നല്ല പുസ്തകമായിരുന്നു. അത്യാവശ്യം എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ റെഫർ ചെയ്യാവുന്ന ബുള്ളറ്റ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകം. ഏതാണ്ട് 3-4 മാസമായപ്പോഴേക്ക് ഈ പുസ്തകത്തിലുള്ള വിവരങ്ങൾ പോലും ഇവളിങ്ങനെ പഠിച്ചു തുടങ്ങി. ഒരു ദിവസം 300 പോയിന്റ്, 400 പോയിന്റ്, ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ 700 പോയിന്റ് ഒക്കെ എത്തി തുടങ്ങി എന്ന് പറഞ്ഞു ഡെയിലി. കാരണം പഠിച്ചു തന്നെ വീണ്ടും വായിക്കുക, വലിയ പുതിയ സംഭവങ്ങളൊന്നും ഇല്ല. പരീക്ഷയുടെ ഏതാണ്ട് ഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോഴേക്ക് കുട്ടി ഡെയിലി 1000 പോയിന്റ്സ് ഒക്കെ വായിക്കുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ വാട്സപ്പ് ചാറ്റ് ഞാൻ കാണിച്ചു തരാം. എല്ലാ സെപ്റ്റംബർ 5 എല്ലാ അധ്യാപക ദിനത്തിനും എനിക്ക് ഇപ്പോഴും എത്തുന്ന ആദ്യത്തെ മെസ്സേജ് ഈ പ്രതീക്ഷയുടേതാണ്. ഒന്നുകൂടെ പറയാം, ഇത്രയും വർഷങ്ങളായിട്ട്, ഒരു 15 വർഷത്തിൽ കൂടുതലായിട്ട് ഒരൊറ്റ അധ്യാപക ദിനത്തിനും ഈ പറയുന്ന പ്രതീക്ഷയുടെ മെസ്സേജ് കിട്ടാതെ ഞാൻ കടന്നു പോയിട്ടില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ കുട്ടി ഇന്ന് കേരളത്തിലെ ഒരു നല്ല സർവീസിലാണ്. മാത്രമല്ല അവൾ പഠനം അവിടെ നിർത്തിയില്ല. അവർ +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, അവൾക്ക് പ്രമോഷൻ കിട്ടി, കല്യാണം കഴിഞ്ഞു. അനിയൻ ഇപ്പോ നല്ല സ്ഥിതിയിലാണ്, ജോലി ചെയ്തു, അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടിയോന്ന് എനിക്കറിയില്ല. അവനും ഈ ഒരു മേഖലയിലൊക്കെ തന്നെയാണ്, ബാങ്ക് മേഖലയിൽ ബാങ്ക് കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ എത്താമെങ്കിൽ, അന്ന് ഒന്ന് പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ എത്താമെങ്കിൽ നോക്കൂ, എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മുടെ മുമ്പിലുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്, പഠിപ്പിക്കാൻ എല്ലാ സങ്കേതങ്ങളും ഉണ്ട്. അന്ന് ഈ പറഞ്ഞ നെറ്റും ഒന്നുമില്ല. നമ്മളിങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ട് റഫറൻസ് പുസ്തകങ്ങളൊക്കെ നോക്കി ഗൈഡൊക്കെ നോക്കി ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാൻ പോലും ഒന്നും അധ്യാപകർ അവൈലബിൾ അല്ല. ആ കാലൊക്കെ മാറി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മുടെ മുമ്പിൽ എല്ലാ സങ്കേതങ്ങളും ഉണ്ട്. നമുക്ക് എന്തേ വേണ്ടുള്ളൂ? ഇരുന്ന് പഠിക്കണം. നോക്കൂ, ഈ നവംബർ 30 കൂടി ഒരു പക്ഷേ DMEയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ കേൾക്കുന്നത്. നവംബർ 30 കൂടി മേ ബി ഒരു പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ ജനുവരി 1 വരെ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ ഈ നവംബർ 30 ഒരു പക്ഷേ DMEയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ PSC എക്സാം നടത്തണമെന്നൊക്കെയാണ് വെപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജൂണിലോ ജൂലൈയിലോ ആഗസ്റ്റിലോ ഒക്കെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിന് നേരത്തെയും പ്രതീക്ഷിക്കാം. അപ്പോ ഇനി നിങ്ങൾ നോക്കുക, എന്തുകൊണ്ടാണ് പ്രതീക്ഷ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്? കാരണം പ്രതീക്ഷയുടെ അന്നത്തെ വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ 5000-ൽ കുറവൊക്കെ ആയിരിക്കും. ഈ പശുവിന് തീറ്റ കൊടുക്കണം, പുല്ലിന് പൈസ കൊടുക്കണം, വൈക്കോലിന് പൈസ കൊടുക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് നീക്കി വെക്കാവുന്നത് വളരെ ചെറിയൊരു പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുത്തിവെച്ച ആഗ്രഹം വേറെ ഒന്നുമല്ല. എന്താണെന്നറിയാവോ? അന്ന് സർക്കാർ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്ഥിര വരുമാനം കിട്ടും എന്ന് പറയുന്നു. അന്നൊക്കെ ചെറിയ ശമ്പളമാണ്, 10,000 15,000 ഒക്കെയാണ് ഒരു LD ക്ലർക്കിന് കിട്ടാൻ പോകുന്ന ശമ്പളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയാ? നിങ്ങൾക്ക് ആർക്കൊരു ബോധമുണ്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയാന്ന്? DMEയുടെ ഞാൻ മനസ്സിലാക്കിയ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 35,000-നും 70,000-നും ഇടക്കാണ്. 35,000-നും 70,000-നും ഇടക്ക് ആവറേജ് അപ്രോക്സിമേറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് തുടക്കത്തിൽ ഒരു 50,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 50,000 രൂപ. ഈ 50,000 രൂപ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ലബോറട്ടറിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എത്രയാണെന്നും കൂടെ നോക്കണം. ഞങ്ങൾ ലബോറട്ടറി നടത്തുന്ന ആളുകളാണ്. ലബോറട്ടറിയിൽ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ DMEയിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടാവും. അപ്പൊ 10 മാസത്തെ ശമ്പളം എത്രയാ കൂട്ടുകാരെ എത്രയാ? 10 മാസത്തെ ശമ്പളം എത്രയാ? പറയൂ. 10 × 50 5 ലക്ഷം. 12 മാസം എത്രയാ കൂട്ടരെ? 6 ലക്ഷം. അല്ല കേട്ടോ, 6 ലക്ഷം അല്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഗവൺമെന്റ് ഒപ്പിക്കും. എന്താ പരിപാടി അറിയോ? പത്രത്തിന്റെ മൂലയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ഷാമബത്ത കൂട്ടി 6% കൂട്ടി. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവൂലേ എന്താന്നുള്ളത്. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഇൻക്രിമെന്റ് കിട്ടും, ബോണസ് കിട്ടും. ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം ഒരു പക്ഷെ 6 ലക്ഷം ആയിരിക്കും എന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻക്രിമെന്റ് ഉണ്ട്. മനസ്സിലായല്ലോ? ചിലപ്പോൾ 2025 ശമ്പള പരിഷ്കരണം വന്നേക്കാം. അവസാനം വന്നത് 2019 എന്റെ ഓർമ്മ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഒരു 7 ലക്ഷം ആവറേജ് കൂട്ടിക്കോളൂ. 10 വർഷം കൊണ്ട് 70-80 ലക്ഷം. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്പേഴ്സ് തലയിൽ കയറട്ടെ. എത്ര? 70-80 ലക്ഷം 10 വർഷം കൊണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. 70-80 ലക്ഷം. ചിലപ്പോൾ നിങ്ങൾ ഗ്രേഡ് 1 ആയേക്കാം, സീനിയർ ഗ്രേഡ് ആയേക്കാം, DME പരീക്ഷയാണ്, യോഗ്യതയുള്ളവർക്ക് ചിലപ്പോൾ ട്യൂട്ടർ ടെക്നീഷ്യൻ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയേക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ തൽക്കാലം പ്രവചിക്കുന്നില്ല. അപ്പൊ ചുരുങ്ങിയത് 10-20 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ശമ്പളം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ സർവീസിൽ കയറിയാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിക്ക് ആവില്ല. 10 വർഷം കൊണ്ട് 70 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്തോ വെറുതെ പറയുകയാണെങ്കിൽ തോന്നും. ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2 മണിക്കൂർ മുമ്പ് കേരളത്തിൽ ഒരാളെ വീണ്ടും വിളിച്ചു. ഇപ്പോൾ ഉള്ള ശമ്പളം എങ്ങനെയാണ്? 2004 ശമ്പളം എത്രയായിരുന്നു? 2009 ശമ്പളം എത്രയായിരുന്നു? 14 ശമ്പളം എത്രയായിരുന്നു? 17 ശമ്പളം എത്രയായിരുന്നു? എല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എന്റെ മുമ്പിൽ എല്ലാ സ്കെയിലുകളും എന്റെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 20 വർഷം 25 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 2 കോടിയിൽ കൂടുതൽ ശമ്പളം ഉറപ്പ്. ഈ ഇരിക്കുന്ന മുതലുകളൊക്കെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മുതലുകളൊക്കെ
PSC കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 2 കോടിയിൽ കൂടുതൽ വാങ്ങാനുള്ളവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ PSC കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വില 25 കൊല്ലം കൊണ്ട് എത്ര ഏറ്റവും ചുരുങ്ങി കിട്ടാൻ പോകുന്ന 2 കോടി. കണക്കിൽ തെറ്റുണ്ടെങ്കിൽ നാളെ നമുക്ക് സമർത്ഥിക്കാം. ഞാൻ റെഡിയാണ് ടു ചാലഞ്ച്. ആരിഫ് സാറെ, കണക്കിൽ തെറ്റുണ്ടോ? ആരിഫ് സാറ് കുറെ കാലം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്താണല്ലോ, കണക്കിൽ തെറ്റുണ്ടോ? ഇല്ല ഇല്ല. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ആർക്കും വിയോജിപ്പുണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കോടിക്കുള്ള വാറാണ്. കൂട്ടെ, എത്ര കോടിക്കുള്ള വാറാണ്? 2 കോടിക്കുള്ള യുദ്ധമാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് സർക്കാർ ജോലിക്ക് ഇത്ര അധികം ഡിമാൻഡ് ആവുന്നത്. 2 കോടിക്കുള്ള വാറാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഭയങ്കരമായിട്ടുള്ള അതിശക്തമായ മത്സരം ഉണ്ടാവും. പിന്നെ നോക്കൂ, സർക്കാർ ജോലി നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് പിരിച്ചു. സ്ഥിരതയാണ് സർക്കാർ ജോലിയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. എന്താണ്? കൺസിസ്റ്റൻസിയാണ്, അല്ലെ? സ്ഥിര ജോലിയാണ്. നോക്കൂ, സ്ഥിര ജോലിയാണ്. ചിലർ ലീവ് എടുക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അതൊക്കെ പോട്ടെ. അപ്പൊ സ്ഥിരതയുണ്ട് ജോലിക്കൊരു സുസ്ഥിരത ഉണ്ട്. നിങ്ങൾ അവിടെ സേഫ് ആണ്. അതാണല്ലോ സർക്കാർ ജോലിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചാൻസുകൾ ഉണ്ട്. ഇപ്പൊ ഹെൽത്ത് DHSലാണെങ്കിൽ ഗ്രേഡ് 2 ലാബ് ടെക്നീഷ്യൻ 8 കൊല്ലം കഴിയുമ്പോഴൊക്കെ ഗ്രേഡ് 1 ലാബ് ടെക്നീഷ്യൻ ആവുന്നു. പിന്നെ ലബോറട്ടറി സൂപ്പർവൈസർ ആവുന്നു. പിന്നെ സയന്റിഫിക് ഓഫീസർ, അങ്ങനെയുള്ള തസ്തികകളിലേക്ക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ആവുന്നു. DMEലാണെങ്കിലോ ഗ്രേഡ് 1 ആകാം. ചിലപ്പോൾ ട്യൂട്ടർ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടാം. അങ്ങനെ പ്രൊമോഷനും സാധ്യതയുണ്ട്. നോക്കൂ, ഞങ്ങളൊക്കെ പ്രവാസ ലോകത്താണുള്ളത്. ഞാൻ കാണുന്ന പല പ്രവാസികളും ഇവിടെ അവരുടെ കുടുംബത്തോടൊപ്പമൊന്നുമല്ല താമസിക്കുന്നത്. അവർ സ്ട്രെസ്ഡ് ആണ്, സ്ട്രെയിൻ ആണ്. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നവരാണ് പല ഭൂരിപക്ഷം ആളുകളും. നിങ്ങള് സർക്കാർ ജോലിക്കാരനാവുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം, നിങ്ങളുടെ ഭാര്യയോടൊപ്പം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾക്ക് നാട്ടിൽ താമസിക്കാം. അതൊരു വലിയ കാര്യമല്ലേ? അത് നിങ്ങൾ പ്രവാസ ലോകത്ത് വന്നിട്ട് ഒരു 2-3 കൊല്ലമൊക്കെ ഒറ്റക്ക് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ കുടുംബത്തോടൊപ്പം നാട്ടിൽ ജീവിക്കാൻ പറ്റും. പ്രൊമോഷൻ സാധ്യതയുണ്ട്. സ്ഥിരതയുള്ള ഒരു ജോലിയാണ്. മാന്യമായൊരു ജോലിയാണ്. സർക്കാർ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഒരു മാന്യതയുള്ള ജോലിയാണ്, അല്ല യാതൊരു സംശയമല്ല. പിന്നെ നാട്ടിൽ സർവീസ് നടത്താം. നാട്ടിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യാം. നോക്കൂ, ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികളുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ജോലി ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പെൻഷൻ കോൺട്രിബ്യൂട്ടറി ആണെങ്കിലും പെൻഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അല്ലാത്ത വകുപ്പിൽ കയറിയ ആളുകളാണ്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഗവൺമെന്റ് കൊടുക്കുമായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഉണ്ട്. ഇത് ഏത് പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ ജോലി ചെയ്താലാ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ കിട്ടുക? എവിടെയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഇൻഷുറൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഏതെങ്കിലും അപൂർവം ചില നല്ല ഗ്രൂപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് വളരെ കുറവായിരിക്കും. സാധാരണ ലാഭങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. നാട്ടിൽ കുടുംബത്തോടൊക്കെ ജീവിക്കാം, പക്ഷേ എപ്പോഴും പ്രയാസങ്ങളായിരിക്കും. അപ്പൊ പണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നാട്ടിൽ ജീവിക്കാൻ ഉള്ളത്. അപ്പൊ പണം പ്രധാനമാണ്. പണം മോശാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എനിക്കൊക്കെ പണ്ടങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്, പണക്കാര് മോശക്കാരാണ്, പണം മോശമാണ്. അങ്ങനെയൊന്നുമില്ല. പണം നല്ല കൈകളിലൂടെ ഒഴുകുമ്പോൾ അത് മഹത്തായൊരു സംഗതിയാണ്. നല്ല കൈകളിൽ പണം ഉണ്ടാകുന്നത് നല്ലതാണ്. അത് സമൂഹത്തിൽ പോലും ഉപകാരപ്പെടും. പിന്നെ നാട്ടുകാർക്ക് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടിലിങ്ങനെ നമ്മൾ RTO ഓഫീസിലൊക്കെ പോയപ്പോൾ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഇങ്ങനെ ടാഗ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെ ലൈനിലൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്കൊരു പ്രിഫറൻസ് കിട്ടി പലപ്പോഴും. ഇപ്പൊ ഞാനിത് ഈ ടാഗുള്ള ആളാണ്, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല എന്നുള്ളൂ, ലീവിലായതുകൊണ്ട്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എടോ തന്നെക്കാളും മുമ്പൊക്കെ ടാഗ് ഇട്ട ആൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തമാശയാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, എവിടെയൊക്കെയോ നിങ്ങൾക്ക് ചില പ്രിഫറൻസുകൾ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സുരക്ഷിതമായൊരു ജോലി, പ്രൊമോഷൻ സാധ്യത, നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പറ്റുക, ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ അംഗമാകാൻ പറ്റുക, പെൻഷൻ പദ്ധതികളുടെ ഭാഗമാകാൻ പറ്റുക, നാടിന്റെ വികസനത്തിന് ഭാഗമാവുക. നമ്മൾ വെറും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് 8 to 12 അതിന്റെ അപ്പുറത്തേക്ക് നാടിന്റെ വികസനത്തിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മുടെ നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ലാബ് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് നന്നായിട്ട് പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ലാബ് നല്ല ക്വാളിറ്റിയിൽ റിസൾട്ട് കൊടുക്കാൻ എനിക്ക് പറ്റും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാ.
എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസുകൾ നമ്മൾ നടത്തിക്കൊണ്ട് നല്ല ക്വാളിറ്റി റിസൾട്ടുകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ രോഗികൾക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. രോഗികൾക്ക് പോയിട്ട് കാപ്പി കൊടുക്കണ്ട, ചായ കൊടുക്കണ്ട, നിങ്ങൾ ശമ്പളത്തിന് ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്താൽ മതി. എന്ത്? എന്റെ മെഡിക്കൽ കോളേജിലെ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്ന റിസൾട്ട് അത് ഗംഭീരമായിരിക്കണം മനസ്സോടുകൂടി. ആ ഒരു മനസ്സോടുകൂടി PSC ക്ക് പഠിച്ചാൽ തന്നെ ദൈവം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നേ. നിങ്ങൾ വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട. നിങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങളുടെ കൈകളിൽ കൂടെ പോകുന്ന റിസൾട്ട് അതിൽ തെറ്റില്ല നിങ്ങൾ ഉറപ്പുവരുത്താൻ ഞാൻ ജോലിക്ക് കയറിയാൽ കഴിയും നിങ്ങൾ തീരുമാനിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ മെന്റലി എന്തായി, ഇത് ജോലിക്ക് ഫിറ്റായി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സാറേ, ഇത് കിട്ടാൻ എളുപ്പമല്ല സാറേ. അപ്പൊ പലപ്പോഴും പറയാണ്ട് PSC ഒരു കിട്ടാക്കനിയാണ്. അല്ല, PSC ഒരു കിട്ടാക്കനിയല്ല. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും PSC ഒരു കിട്ടാക്കനിയല്ല. പക്ഷേ PSC കിട്ടിയാൽ ഒരു കനിയാണ്. എങ്ങനെ PSC ഒരു കിട്ടാക്കനിയല്ല, കിട്ടിയാൽ ഒരു കനിയാണ്. ഭാസ്കരൻ സാറേ ഓക്കെ അല്ലേ? ഓക്കെ എന്ന് സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്റെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും, കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങോട്ട് പ്രതികരണം എടുക്കും. പക്ഷെ ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് ചെറിയ ഇതുണ്ട്, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. ഓക്കെ, അപ്പൊ പരീക്ഷ. അപ്പൊ അടുത്ത പ്രശ്നം സാറേ, ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതിന് മുമ്പില് ഈ ജോലിക്ക് നമുക്ക് ഇടയിലുള്ള ഒറ്റ തടസ്സം എന്താ? ഇപ്പൊ നിലവിലുള്ള ഏക തടസ്സം എന്താ? ഒരു പരീക്ഷയുണ്ട്. നോക്കൂ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഇങ്ങനെ സംവിധാനം ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് വേറൊരു രീതിയിൽ കാൻഡിഡേറ്റ്സിനെ സോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വേറെ നിവൃത്തിയില്ല. കാരണം ക്വാളിഫൈഡ് ആയുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കണ്ടേ. അപ്പൊ നമുക്ക് ഗവൺമെന്റ് പരിപാടി വെച്ചു, പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഭാഗമാണ്. UPSC എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ബോഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണല്ലോ PSC എന്ന്. അപ്പൊ PSC ഒരു പരീക്ഷ നടത്താൻ തീരുമാനിക്കും. അപ്പൊ നമ്മൾക്കും ഈ ജോലിക്കും ഇടയിൽ ഇനി പാക നിൽക്കുന്ന ആളാരുള്ളൂ. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഇത്രയൊക്കെ ശമ്പളം കിട്ടും, എല്ലാവരും തീരുമാനിച്ചോ? യെസ് ഓർ നോ? ഒന്ന് ചാറ്റ് ചെയ്തേ. ഇത് വേണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്തേ. ആർ യു റെഡി ടു അക്സെപ്റ്റ് 2 crore? 2 കോടി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചാറ്റ് ചെയ്തേ. യെസ് ഓർ നോ? 2 കോടി. കൂട്ടരെ 2 കോടി. ഓ ഭയങ്കരാണല്ലോ. 2 കോടി. യെസ്, നിങ്ങൾ ലോട്ടറി ഒന്നും എടുക്കണ്ട, PSC പരീക്ഷ പാസ്സായാൽ മതി. 2 കോടി, ചുരുങ്ങിയത് 2 കോടി. കല്യാണം കഴിയാത്തവരുടെയൊക്കെ കല്യാണം കഴിയും, നല്ല പെണ്ണിനെ കിട്ടും. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെ എക്സ്ട്രാ സൈഡാ. ഞാനത് മിണ്ടിപ്പോയിട്ടില്ല. ഓക്കെ, ചിലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുട്ടികൾ 2 കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ഗവൺമെന്റ് ജോലി ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ ഗൾഫിലാണോ? ഗൾഫിലൊക്കെയാണ്. പക്ഷേ എന്നെ കൂടെ കൊണ്ടുപോകുമോ? എന്നാ ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടോളൂ. അച്ഛനോടും അമ്മയോടും പറയാം, ഒന്നില്ലെങ്കിൽ സർക്കാർ ജോലി, അല്ലെങ്കിൽ എന്ത് വേണം, ഗൾഫിലാണ്. ഓക്കെ, എന്നെ കൊണ്ടുപോകാനുള്ള ത്രാണിയുള്ള ജോലിയാണോ ചെക്കന്? എന്നാ ഞാൻ പോയിക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോയിക്കോളാം. ഇതാണ് ഇപ്പൊ കേരളത്തിലെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കല്യാണം വേണ്ട. 3 ഓപ്ഷനുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 കോടിക്ക് നിങ്ങൾ റെഡിയായി. യെസ് ഓർ നോ? യെസ്. ഷാജി സാർ എത്ര പേര് ചാറ്റ് ചെയ്തു? 96 ഇങ്ങോട്ട് ചാറ്റ് ചെയ്യട്ടെ. ചന്ദ്ര സാറിന് വേണ്ട, പിന്നെ എനിക്കും വേണ്ട, എനക്കും വേണ്ട, ഭാസ്കർ സാറിനൊന്നും വേണ്ട. ബാക്കി 90 ചാറ്റ് ഇങ്ങോട്ട് വരട്ടെ. ബാക്കി തുടങ്ങാം. ഒരു വെള്ളം കുടിക്കട്ടെ. ലത്തീഫ് സാർ, നല്ല റെസ്പോൺസ് ആണ് ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പൊ ആൾക്കാര് സാറ് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം. നല്ലൊരു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ കാണാൻ ഞാൻ വരുന്നുണ്ട്. PSC പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഓൺലൈനായിട്ട് കാണാൻ പറ്റുമോ നോക്കൂ. ചില പരീക്ഷാ തന്ത്രങ്ങൾ നമ്മൾ നേരിട്ടേ അവതരിപ്പിക്കുള്ളൂ, ഓൺലൈനൊന്നും അവതരിപ്പിക്കില്ല. പറ്റുമെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരു വേദിയിൽ കൂടുന്നു, നമുക്ക് തകർക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവേശം ഉണ്ടാവില്ല. നിങ്ങൾ എന്തോ ഒരു PSC പരീക്ഷയ്ക്ക് പോവാണ്, അതൊരു സർക്കാർ ജോലി ഇട്ടേക്കുള്ളൂ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സംഭവം കളി മാറും. 2 കോടി വരും 20 വർഷങ്ങൾക്കുള്ളിൽ. 2 കോടി ഏറ്റവും ചുരുങ്ങിയത്. ഈ കണക്കിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ് അവരോട്. 2 കോടി, 10-25 വർഷം. നിങ്ങളുടെ പ്രായം എങ്ങാണെന്ന് എനിക്കറിയാം. പലരും ജസ്റ്റ് BSc മറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, 25 വയസ്സിന് താഴെയാണ്. പല പ്രമോഷനുകൾക്കും നിങ്ങൾ വിധേയമാക്കിയേക്കാം. ഡീൽ, ആരോ ഡീല് പറഞ്ഞിട്ടുണ്ട്, ഡീൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 2 കോടി മനസ്സിൽ ആദ്യം സെറ്റ് ചെയ്യണം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ആ 2 കോടി വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങിക്കോളൂ. PSC കിട്ടുന്നു. നോക്കൂ പ്രിയപ്പെട്ടവർ, രാത്രി കിടക്കുമ്പോ കാണേണ്ട സ്വപ്നം എന്താ?
അവളൊക്കെ മറന്നേക്കൂ, അവനൊക്കെ മറന്നേക്കൂ. ഇനി 6 മാസം എന്തേ ഉള്ളൂ, ഇനി എന്തേ ഉള്ളൂ, 6-8 മാസം ഇനി എന്തേ ഉള്ളൂ. 2 കോടിക്ക് വേണ്ടിയുള്ള യുദ്ധം. നോക്കൂ, നിങ്ങൾ PSC റാങ്ക് ലിസ്റ്റിൽ വെറുതെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, കൂട്ടരെ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴൂല. അപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുക. 2-3 മൈൻഡൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, വെറുതെ എങ്കിലും കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് നമുക്ക് ഉണരുക, ആക്റ്റീവ് ആകുക സബ് കോൺഷ്യസ് മൈൻഡാ. സബ് കോൺഷ്യസ് മൈൻഡിന് ബോധം കഥയൊന്നുമില്ല. എന്താണോ പറയുന്നത് അത് അയാൾ വിശ്വസിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് ഇങ്ങനെ ആ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴും. നമ്മുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് വെറുതെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, PSC പരീക്ഷ അതിഗംഭീരമായിട്ട് എഴുതുന്നു, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിൽ നിങ്ങളെ പേരിങ്ങനെ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മഞ്ഞ കവറിൽ പോസ്റ്റ്മാൻ ഇങ്ങനെ ആദ്യം അഡ്വൈസ് മെമ്മോ അങ്ങനെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ വൻ തയ്യാറെടുപ്പോട് കൂടി ഇന്റർവ്യൂവിന് പോകുന്നു. അതൊക്കെ ഞങ്ങൾ പരിശീലിപ്പിക്കും. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞ് വന്ന ശേഷം നിങ്ങൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതിലും ആദ്യത്തെ 5-ലോ 10-ലൊക്കെ നിങ്ങളുടെ പേരിങ്ങനെ കാണുന്നു. വാവ്! നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നു. ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ DME മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ മുമ്പിലേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് ഇങ്ങനെ ധൈര്യത്തോടു കൂടി ഇങ്ങനെ പോവാണ്. അന്ന് വരെ നമ്മോട് നെറ്റി ചുളിച്ച സമൂഹത്തിലെ ആൾക്കാരോടൊക്കെ അങ്ങനെ ഒന്ന് നെളിഞ്ഞു നിന്നുകൊണ്ട് അമ്മായിമാനൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു പോക്കങ്ങോട്ട് പോവാണ്ട്, ആ പോക്കിൽ പോയിട്ട് ആദ്യ ദിവസം നിങ്ങൾ ഒപ്പിടുന്നത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഇത് ചെയ്താൽ തന്നെ തലച്ചോറിന്റെ ഉള്ളിൽ സാധനം കയറും. മനസ്സിലായോ? പറയുന്നത് കേൾക്കുന്നുണ്ടാ? യെസ് ഓർ നോ? എല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഗോസ് പംസ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് അങ്ങനെ കേട്ടൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണമെന്നല്ല. പക്ഷെ വെറും വിഷ്വലൈസേഷൻ ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അത് വേറെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ശരിയായിട്ടുള്ള എന്തുണ്ടാവണം, ഒരു ധാരണ ഉണ്ടാവണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്, എന്തിനാ ഞാൻ അത് ചെയ്യാൻ പോകുന്നുള്ള ധാരണ ആദ്യം വേണം. പോയിന്റ് നമ്പർ 2, നമുക്ക് തമ്മിലുള്ള തടസ്സം എന്താണ്? ഷാജി സാറ് സമയം കൂടുതൽ പറയണേ. നമുക്ക് തമ്മിലുള്ള തടസ്സം എന്താണ്? ഒരു പരീക്ഷയാണ്. ഇനി ചോദ്യം, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത്? കൂട്ടരെ, പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത്? അപൂർവം ചില പൊട്ടൻ ചോദ്യങ്ങളൊക്കെ PSC പരീക്ഷയ്ക്ക് വരും, അതിനെ വിട്ടേക്കൂട്ടോ. ഒരിക്കൽ ഞാൻ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളിട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കാലിഫോർണിയ അമേരിക്കയിലെ എത്രാമത്തെ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. PSC പരീക്ഷകളിൽ അപൂർവങ്ങളായിട്ട് ചില മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ചില ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, വിട്ടേക്കൂ. നിങ്ങൾ അതിന്റെ പിന്നാലെ കയറി ഇങ്ങനെ PSC പരീക്ഷ ഒരു കിട്ടാക്കനിയാണെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളെ ചോദിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. യെസ് ഓർ നോ? പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ ചോദിക്കുന്നത്? യെസ്. DMLT നിലവാരത്തിലെ ചോദ്യങ്ങളാണോ നമ്മള് DME പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്? യെസ്. ചിലപ്പോ BSc MLT കുറച്ചും കൂടെ ഒരു പടിക്ക് കൂടെ ചിലപ്പോ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. യെസ്. എങ്ങനെയാ നമുക്ക് ഇത് മനസ്സിലാക്കുക? PSC കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഇതിട്ടിരുന്നു. PSC സിലബസ് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം, അപഗ്രഥിക്കണം, നല്ലോണം നോക്കണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം, ഓരോരോ പോയിന്റ്സ് നിരീക്ഷിക്കണം. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ആദ്യമായിട്ടാണ് PSC സിലബസ് കാണുന്നത്, പല കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സിലബസ് കാര്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്? നിങ്ങളെ നയിക്കാനുള്ള, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ, നിങ്ങളെ നയിക്കാനുള്ള വഴിയാണ് എന്തെന്ന് പറയുന്നത്? PSC സിലബസ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താ? PSC സിലബസ്. എന്നിട്ട് നോക്കിയിട്ട് എന്താ നമ്മൾ തീരുമാനിക്കുക? ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ഞാനിത് DMLTക്കോ BSc MLTക്കോ പഠിച്ചതാണ്. യെസ്. ഇനി വഴികാട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ സിലബസ് ക്ലിയർ ആണ്. വഴികാട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നാട്ടിലിറങ്ങിയ റാങ്ക് ഫയൽ ഉണ്ട്, നാട്ടിലിറങ്ങിയ കോച്ചിങ് ക്ലാസ്സിലുണ്ട്. അതാണോ വഴികാട്ടി? ഇതാണോ വഴികാട്ടി? യെസ് ഓർ നോ? നിങ്ങൾ ഹിമാലയത്തിൽ പോകുന്നു, കുറെ ആളുകൾ ബേസ് എന്താണ് അതിന് പറയല്? ഷാജി എന്താ പറയല്? ഷാജി സാർ എന്താ പറയല്? ബേസ് ലെവലോ, ബേസ് മൗണ്ടൈൻ, എന്താണ് പറയല്? ഹിമാലയത്തിന്റെ ആദ്യത്തെ കുറച്ച് അടി, ഞാൻ അവിടെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാ, പറഞ്ഞോളൂ. അപ്പൊ എന്തായാലും ബേസ് ക്യാമ്പ്. യെസ്, ഗ്രേറ്റ്. അപ്പോ ബേസ് ക്യാമ്പിൽ പോകാൻ നമ്മൾ എന്താ ചെയ്യാ? ബേസ് ക്യാമ്പിൽ പോകാൻ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മളവിടെ പോയ ആളുകളുടെ കൂടെ പോകും, അല്ലെങ്കിൽ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ആരാ പോയത് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കും, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അത്യാവശ്യം ഹിമാലയം തന്നെയാണ്. പണ്ടൊക്കെ PSC ഇട്ടാൽ തന്നെ എളുപ്പമായിരുന്നു, ഇപ്പൊ അത്ര എളുപ്പമല്ല, കുറച്ച് നല്ല ടഫ് കോമ്പറ്റീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് വഴികാട്ടി, ഒന്നാമത്തെ വഴികാട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ചിലപ്പോ ഇതിനകത്ത് എന്താ വെച്ചാല് മറ്റു കോച്ചിങ് സെന്ററുകളുടെ ആളുകൾ ഉണ്ടാവാം, മറ്റു കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും, ഒന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് പഠിക്കുന്നത് മുഴുവൻ, കേൾക്കുന്ന മുഴുവൻ എന്റെ അനിയന്മാരും അനിയത്തിമാരും MLT കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ആർക്കും എന്തും എവിടെയും ഷെയർ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മക്കളെ. ആദ്യം സിലബസ്, രണ്ടാമത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് സൗകര്യം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവുക. അതായത് 2024 എന്തെങ്കിലും പരീക്ഷ നടന്നിട്ടുണ്ടോ അതാദ്യം നോക്കണം. 2023 പിന്നെ അത്, 22 പിന്നെ അത്, 21 പിന്നെ അത്. കാരണം ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളൊക്കെ മാറും. യങ് ജനറേഷൻ ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ഇടാൻ PSC ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യന്റെ മോഡലിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. 2015 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആദ്യം നോക്കിയിട്ട് കാര്യമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക. നോക്കൂ, ALS സംബന്ധിച്ച് നിങ്ങൾ ഇതിൽ പേടിക്കേ വേണ്ട. ALS ജോയിൻ ചെയ്തതാണ് നിങ്ങൾ പേടിക്കേ വേണ്ട. കഴിഞ്ഞ PSC പരീക്ഷകളുടെ ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പറിനെ ഇരുത്തി ഓരോന്നും വിശകലനം ചെയ്തിട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റേഷനും ക്ലാസ്സുകളുമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലാതെ കൺഫ്യൂഷൻ ആവണ്ട. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ക്വസ്റ്റ്യൻ പേപ്പർ പാരഗ്രാഫുകൾക്കിടയിൽ നിന്ന് വായിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തിനാ കോച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾക്കാണ് കോച്ചിങ് ക്ലാസ്. നോക്കൂ 2-3 കാര്യങ്ങൾക്കാണ് കോച്ചിങ് ക്ലാസ്. ഒന്ന്, കോച്ചിങ് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ PSC എഴുതി കൂടെ, എഴുതാം. 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന് എന്തിനാന്ന് അറിയാവോ? ഒന്ന്, നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, നമ്മൾ കൺസിസ്റ്റന്റ് ആവും, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ടൊരു പാറ്റേണിലായിരിക്കും നമ്മൾ പോവുക. നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട്. 3-4 മണിക്കൂർ സ്ഥിരമായിട്ട് പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസ് പോലും വേണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ കോച്ചിങ് ക്ലാസ്സിൽ ഇപ്പൊ എന്താ ചെയ്യുക? കോച്ചിങ് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? കോച്ചിങ് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ എന്താ വിചാരിക്കണേ? മൂപ്പര് 3-4 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ ചാപ്റ്റർ, പത്തോളജിയിലെ 1-ാമത്തെ ചാപ്റ്റർ, കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. മൂപ്പർ എന്താ ചെയ്യാന്നറിയോ? ആളെന്താ ചെയ്യാന്നറിയോ? ആ കോമ്പോസിഷൻ ഓഫ് ബ്ലഡിൽ DMLT നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ, BHSC നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ, BSCMLT നിലവാരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഒന്നിങ്ങനെ വായിച്ചു നോക്കും. എന്നിട്ടാ മൂപ്പർ എന്താ ചെയ്യാ? അതിന് PSC പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും എടുക്കും. യെസ്, ഇനി അദ്ദേഹത്തിന്റെ തലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പോസിബിൾ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കും. ഇതും കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു പാക്കേജ് ഉണ്ടാക്കുക. ആ പാക്കേജ് ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് പണികൾ ചെയ്തിട്ടായിരിക്കും ഈ അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ നോക്കൂ. ബോയൻസി നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഏയ് പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? എന്തേനോ അത്? നിങ്ങൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാരം തോന്നില്ല. കാര്യം എന്താ? നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കൊടുക്കും, വെള്ളം അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കൊടുക്കും. യെസ് ഓർ നോ? അതുകൊണ്ടല്ലേ ഭാരം കുറയുന്നത്. DMLTക്ക് ഫിസിക്സ് കഴിഞ്ഞിട്ടല്ലേ പോയത്? യെസ് ഓർ നോ? ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബോയന്റ് ഫോഴ്സ് എന്ന് പറയും. ഇവിടുന്ന് കുറച്ച് ഫോഴ്സ്, ഇവിടുന്ന് കുറച്ച് ഫോഴ്സ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? നമുക്ക് ഭാരക്കുറവ് തോന്നും. അപ്പൊ ഒരു കാൻഡിഡേറ്റിന്റെ ഭാരക്കുറവ് എപ്പോഴാ തോന്നുക? അധ്യാപകൻ കുറച്ച് പഠിപ്പിക്കും, ഇവിടെ നിങ്ങൾ കുറച്ച് ത്രസ്റ്റും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠനം എളുപ്പമാകും. യെസ് ഓർ നോ? അതാണ് ശരിക്ക് കോച്ചിങ് സെന്റർ ചെയ്യുന്നത്. കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമാണ്, ഒരു എൻസൈം ആണ്. നോക്കൂ, A+B = C അല്ലെ? എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാള് ബയോകെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങി നമുക്ക് പറയുമ്പോ. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് എൻസൈം? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയടോ, എന്താണ് എൻസൈം? ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്താണ് എൻസൈം? ആരാണ് പറഞ്ഞത്? വിസ്മയ. നീ എവിടെയാ പഠിച്ചത്? എന്താ പഠിച്ചത്? എപ്പോഴാ പഠിച്ചത്? ഞാനിത് BSc MLT 3rd ഇയറിൽ പഠിച്ചതാണ്. ഏത് കോളേജിലാണ് പഠിച്ചത്? ബയോകെമിസ്ട്രി. അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. പെരിന്തൽമണ്ണ. ആയിക്കോട്ടെ. അപ്പൊ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിരിക്കും ആര്? ഒരു കോച്ചിങ് സെന്ററിലെ അധ്യാപകൻ. റിയാക്ഷൻസ് എളുപ്പമാക്കി തരും. എന്ന് പറഞ്ഞാൽ നിനക്ക് പഠിക്കാനുള്ളതും പഠിപ്പിക്കപ്പെടാനുള്ളതും എളുപ്പമാക്കി തരാൻ ശ്രമിക്കും.
മനസ്സിലായല്ലോ? അപ്പോ അതാണ് കോച്ചിങ് സെന്ററുകൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ PSC പരീക്ഷയ്ക്ക് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, നിങ്ങളിപ്പോ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്, നിങ്ങൾ ചിലപ്പോൾ എൻസൈമിൽ ഇങ്ങനെയായിരിക്കും പഠിക്കുക. എന്താ പറയുക, ഓക്സിഡേസ്, എന്തൊക്കെയാണ് ട്രാൻസ്ഫറേസ്, ലിഗൈസസ്, ലയേസസ്, അങ്ങനെ ഐസോമറൈസസ്, ഒത്തുപിടിച്ചാൽ അയിലയും പോരുന്നാണ് അതിന്റെ കോഡ്. അങ്ങനെയാണ് ആ ഇതിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കുറെ എൻസൈമുകളൊക്കെ പഠിച്ചു. നമുക്കിവിടെ PSCക്ക് വേണ്ടത് എന്താന്നായിരിക്കും ഇയാൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ PSC അധ്യാപകൻ ഒരു നല്ല നല്ല എൻസൈമായിട്ട് പ്രവർത്തിക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. എന്തുകൊണ്ട് ALS? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരുപാട് സമയം നീണ്ടു പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ട് ALS? ALS എന്തുകൊണ്ടാണ് ചോദിച്ചു? നിങ്ങൾ കേരളത്തിലെ കോച്ചിങ് സെന്ററുകളൊക്കെ പരിശോധിക്കും. ഞാൻ ഒരു കോച്ചിങ് സെന്ററിന്റെയും പിന്നെ എല്ലാ കോച്ചിങ് സെന്ററുകളെയും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഒക്കെ, പ്രത്യേകിച്ച് MIT അധ്യാപകരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരെ അഭിനന്ദിക്കുന്നു. കാരണം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ നല്ല രീതിയിൽ അവർ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ALSന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ALS is a team of experts. എന്താണ്? ALS is a team of experts. ഒന്ന് പറഞ്ഞേ, പറയൂ. ALS is a team of experts. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകളാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ സർജറി നടത്തുമ്പോ ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു മെയിൻ ഡോക്ടർ ഉണ്ടാവും. മെയിൻ ഡോക്ടറുടെ കൂടെ കുറച്ച് അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു ഒരു ചർച്ച നടത്തിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ഒരു കത്തി വെക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ചെല്ലുന്നു, ടിക് ടിക്, ഒറ്റ ഡോക്ടർ ആണെങ്കിലും തീരുമാനിക്കുക, കത്തി വെക്കും. മനസ്സിലായല്ലോ? അപ്പൊ ALS ഞങ്ങൾ തീരുമാനിച്ചത് എന്താ വെച്ചാൽ, ഈ ഇപ്പൊ ബയോകെമിസ്ട്രിയിൽ തന്നെ നമുക്ക് 6 or 7 അധ്യാപകരുണ്ട്. അതിൽ PhD-കാരുണ്ട്, MSc MLT കഴിഞ്ഞവരുണ്ട്, BSc MLT കഴിഞ്ഞവരുണ്ട്, ഒരു റിട്ടയർഡ് അധ്യാപകരുണ്ട്, ജസ്റ്റ് MSc MLT കഴിഞ്ഞ ആളുകളുണ്ട്. എന്തിനാ അതിങ്ങനെ ചെയ്തിരിക്കുന്ന അറിയോ? പഴയ എക്സ്പെർട്ടൈസും ഫ്രഷറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സമ്മിശ്ര ഒരു പരിപാടിയായിരിക്കും നമ്മൾ ചെയ്യാം. പത്തോളജിയിലും അങ്ങനെ തന്നെയാണ്, മൈക്രോബയോളജി അങ്ങനത്തെ. ഇപ്പൊ എന്തെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം സംശയം വന്നു, ചിലപ്പോ ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ എന്താ എനിക്ക് റെഫർ ചെയ്യാൻ ആളുകളില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഞങ്ങൾ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ കുട്ടികൾ എറർ ഫ്രീ ആയിട്ട് പഠിക്കണം, എറർ ഫ്രീ ടെക്നിക്കുകൾ പഠിക്കണം, എറർ പഠിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതാണ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും 20-21 ആളുകളുടെ ഒരു ഫാക്കൽറ്റി ടീമുണ്ട്. നമുക്ക് എന്ത് എക്സാം നടത്താൻ പറ്റും. നമുക്ക് DMLT എക്സാം നടത്താൻ പറ്റും, നമുക്ക് DMEയുടെ എക്സാം നടത്താൻ പറ്റും, DHSന്റെ എക്സാം നടത്താൻ പറ്റും, നമുക്ക് പിന്നെ MSc MLTയുടെ എൻട്രൻസ് എക്സാം നടത്താൻ പറ്റും, PhD എൻട്രൻസിൽ നമ്മളത് ചെയ്യും, റെയിൽവേയുടെ എക്സാം നമ്മൾ ചെയ്യും, JSCയുടെ നമ്മൾ ചെയ്യും, ക്രമേണ ചെയ്യും. DHA പാസ്സായ ആളുകൾ കൂട്ടത്തിൽ ധാരാളം ഉണ്ട്, ACP എഴുതി മിടുക്കന്മാരിരിക്കുന്ന ആളുകളുണ്ട്. എന്തിനും ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ടീം ഓഫ് പാനൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്യുന്നവർ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ മെറ്റീരിയലിന്റെ കാര്യത്തിൽ പരമാവധി ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ആര് ശ്രമിക്കും? ALS ശ്രമിക്കും. പിന്നെ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഇതൊക്കെ പഠിച്ചിങ്ങനെ പോയാൽ ഇടയ്ക്ക് നമുക്കൊരു മോട്ടീവ്, നമുക്കിത് മിസ്സാവും. ഇത് പഠിച്ചു തന്നെയല്ല, ഈ ഹീമോപോയസിസ് അങ്ങട് ഇങ്ങട് അത് എന്താണ് ടിഷ്യൂ ടക്ക് അങ്ങനെ ഓരോന്ന് പഠിച്ച് ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പൊ നിങ്ങൾ ബോറടിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് 2 കോടിയുടെ സ്വപ്നവുമായിട്ട് ഞാൻ വീണ്ടും വരും. മനസ്സിലായല്ലോ? ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ താഴും, ഗ്രാഫ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ താഴും, ഒരു വേവ് പോലെയാണ്. അപ്പൊ 2 കോടിയുടെ സ്വപ്നവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഞാൻ സംസാരിക്കും, നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്നോട് സംസാരിക്കാം. പേഴ്സണൽ മെന്ററിംഗ് എന്നൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് എനിക്ക് ഫ്രീ ആയുള്ള സമയത്ത് നിങ്ങൾക്ക് സൂമിൽ വരാം. നിങ്ങളുടെ പേഴ്സണൽ ഞാൻ മാത്രമല്ല, ഒരുപാട് മെന്റേഴ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ നമുക്ക് നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സംസാരിക്കാം. ഇതാണ് പേഴ്സണൽ മെന്ററിംഗ്. അത് വെറുതെ വാക്ക് എഴുതി വിടുന്ന പരിപാടിയല്ല. അതിനെപ്പറ്റി സമഗ്രമായി പഠിച്ച് എന്താണ് മെന്ററിംഗ് എന്ന് പഠിച്ച് അതിന്റെ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാവും, മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളൊക്കെ നടത്തുന്ന സമയത്ത് ഈവൻ ഞങ്ങൾ ആലോചിക്കുന്നത് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നാട്ടിൽ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് എക്സാം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. PSC നടത്തുന്ന അതേ ഭാവത്തിൽ, അതേ ചിന്തയിൽ. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷയ്ക്ക് കുറച്ച് തന്ത്രങ്ങളുണ്ട്, പരീക്ഷാ ട്രിക്സ് ഉണ്ട്. PSC പരീക്ഷാ ട്രിക്സ് ഉണ്ട്. അതിൽ കുറച്ച് സ്പെഷ്യലിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം മറ്റു പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്ന ആളുകളെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അവരെ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ഇറക്കും. എന്തൊക്കെയാ PSC പരീക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ 3 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠന പ്രോസസ്സാണ്. നമുക്ക് പഠന പ്രോസസ്സാണ്.
ഇപ്പൊ ചില ആളുകളുടെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ബാക്ടീരിയലിന്റെ ഗ്രോത്ത് കർവ് പോലെയാണ്. ലോഗ് ഫേസ്, ലാഗ് ഫേസ്, പിന്നെ സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ് ഒക്കെയാണ്. ചില ആളുകൾ ആവേശത്തിന് കോച്ചിങ്ങിലൊക്കെ വന്നു 5000 രൂപ ഞാൻ എന്ത് തന്നെ അടക്കാന്ന് പറയും. ഒരാഴ്ച വരെ അങ്ങോട്ട് പഠിക്കും, പിന്നെ അവരിങ്ങനെ ഡിമ്മാവും. ആദ്യം എക്സ്പോണൻഷ്യൽ ഫേസ് ഒക്കെ അവരുടെ കയ്യിൽ സ്ട്രോങ് ആയിരിക്കും, പിന്നെ അവരിങ്ങനെ സ്റ്റേഷനറി ഫേസിലേക്ക് പോകും. പിന്നെ പരീക്ഷന്റെ ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് സാറേ എനിക്ക് ഒന്നും കൂടെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കില്ല. ALS ജോയിൻ ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് നിങ്ങൾ ജോയിൻ ചെയ്താലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കില്ല, ഉറക്കെ പ്രഖ്യാപിക്കാണ്. നിങ്ങൾ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്തില്ലേ, നിങ്ങൾ വരൂ, നിങ്ങൾ വിളിച്ചു വരുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല. PSC 2 കോടി വേണ്ടവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു ബിസിനസ് പരിപാടിയേ അല്ല. ഇത് ഈ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ നേരത്തെ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തേ വേണ്ടുള്ളൂ, മര്യാദക്ക് പഠിക്കാൻ നിങ്ങൾ വില്ലിംഗ് ആണോ? സ്ട്രോങ്. ഞാനും നിങ്ങളെ കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ കോഴ്സിൽ വിദ്യാർത്ഥിയാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എനിക്കൊന്നും അറിയില്ല, ഞാനും പഠിച്ചു തുടങ്ങുകയാണ്. ഞാൻ VHS MLT ബുക്ക് വെച്ച് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പഠിക്കും. നിങ്ങളുടെ ഭാഗത്ത് എന്താ വേണ്ടത്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനത്തിന് നിങ്ങൾ വിധേയരാകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. മനസ്സിലായല്ലോ? ഒരു വീക്കാണ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് വൺ ബാച്ച് ക്ലോസ് ആയി. രണ്ടാമത്തെ ബാച്ചിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫീസിന്റെ കാര്യം പറഞ്ഞ് വാട്സപ്പ് അയക്കേണ്ടതില്ല. ആരാണ് സംസാരിക്കുന്നത്? ക്ലാസ് സംസാരിക്കുന്ന ആരാടാ സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് 1 വീക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഒരു ക്ലാസ്സുകൾ നമ്മൾ 4-ാം തീയതി തുടങ്ങാം. എന്തിനാ 4-ാം തീയതി തുടങ്ങുന്ന വെച്ചാൽ കുറെ കുട്ടികൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, ഫീ പേ ചെയ്യാൻ ഞങ്ങൾക്ക് സാലറി ഒക്കെ വരാനുണ്ട്, ഞങ്ങൾക്ക് ഫീ തരാതെ ജോയിൻ ചെയ്യാൻ പ്രയാസമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെയാണ് ഞങ്ങൾ മാനേജ്മെന്റ് തീരുമാനിച്ചത് 4-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങാം. എല്ലാ കോച്ചിങ് സെന്ററും എന്ത് ചെയ്യണമെന്ന് നമ്മളെ കൺസേൺ അല്ല. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് 8 മണിക്കാണെങ്കിൽ 8 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നിൽക്കുന്ന ക്ലാസ് ഉണ്ടാവും. എല്ലാ ഞായറാഴ്ചയും ഞാൻ വരും. നമ്മളെ ഒരുമിച്ചിരുന്ന ആഴ്ചയിൽ പഠിച്ചതെല്ലാം പഠിക്കാൻ ശ്രമിക്കും. ഞാനോ ആരിഫോ ഷാജി സാറോ ആരെങ്കിലോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആഴ്ച പഠിച്ചത് മുഴുവൻ പഠിക്കും. സയന്റിഫിക് ലേണിംഗ് എന്നൊരു പരിപാടി ഉണ്ട്. അതിലൊരു എക്സ്പേർട്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അയാൾ നിങ്ങൾക്ക് വന്നിട്ട് എങ്ങനെയാണ് സയന്റിഫിക് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു തരും. നമ്മളത് ശ്രമിക്കും. മനസ്സിലായല്ലോ? എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ചിലർക്ക് എന്താ വെച്ചാൽ ചിലർ വിഷ്വലി ലേൺ ചെയ്യുന്ന ആളുകളാണ്. ചിത്രങ്ങൾ കണ്ടും എഴുതിയും കളറുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഡോമിനൻസ് വിഷ്വൽ ലേണിംഗ് ആണ്. ചില ആളുകളുണ്ട്, ചില കുട്ടികളാണെങ്കിൽ ഒച്ചത്തിൽ വായിക്കും. രാത്രി 2 മണിക്കൊക്കെ ചില വീടിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളെ കാണാം ഒച്ചത്തിൽ കെമിക്കൽ ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്, പിന്നെ അയോണിക് ബോണ്ടിങ് പറഞ്ഞ ഒച്ചത്തിൽ വായിക്കുന്നത് കാണാം. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ലേണിംഗ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഹിയറിംഗ് ഡോമിനൻസ് ആണ്. അതൊക്കെ ഞാൻ നിങ്ങൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അപ്പോ പല രീതിയിലായിരിക്കും ആളുകൾക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പൊ ഇതിനൊക്കെ പറ്റി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ രസകരമാക്കാൻ പറ്റും. കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഇത്രേ പ്രഖ്യാപിക്കാനുള്ളൂ. കൂടെ ഉണ്ടാകും, അവസാനം വരെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അവസാനത്തെ PSC പരീക്ഷയിൽ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കറുപ്പിക്കുന്നത് വരെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും കൂടെയുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിലുള്ള പരിശീലനം നൽകും. മനസ്സിലായല്ലോ? പിന്നെ പുതിയ ആളുകളോട് പറയാനുള്ളത്, 2 ആളുകളോട് പ്രത്യേകിച്ച് പറയാനുണ്ട്. BSc MLT ജസ്റ്റ് പാസ്സായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, DMLT ജസ്റ്റ് പാസ്സായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. ഞാനിതൊരു സത്യമാണ്, സത്യം തുറന്നു പറയാണ്. നിങ്ങൾ കുറച്ചും കൂടെ PSC കിട്ടാൻ എളുപ്പമുണ്ട്. ഇനി അടുത്ത ടീം നോക്കൂ പ്രിയപ്പെട്ടവരെ, ത്രഷോൾഡിൽ എത്തിയ ആളുകളുണ്ട്. അതായത് 1, 2, 3 തവണയൊക്കെ PSC പരീക്ഷ എഴുതി, ഇനി എഴുതണോ സാറേ, എന്നെ കൊണ്ട് വയ്യ സാറേ, എന്നെ ഈ ക്ഷീണ എന്ന് തന്നെ എഴുതാം. നോക്കൂ, നിങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കൂ, ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ എത്താൻ. ഇവിടുന്ന് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കാരണം നിങ്ങൾ ഈ സ്റ്റേജ് കഴിഞ്ഞു, ഈ ത്രഷോൾഡ് നിങ്ങൾ എത്തി. ഇനി നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോകരുത്. മനസ്സിലായല്ലോ? കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ലിസ്റ്റിലെത്തി. അതാണ് റിപ്പീറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കുക, നന്നായിട്ട് ചിന്തിക്കുക. ഞാൻ അധികരിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ ഇടക്ക് സൺഡേകളിലൊക്കെ നമുക്ക് പേഴ്സണൽ മെന്റർ ഇതേപോലെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് ആശയങ്ങളുണ്ട് സംസാരിക്കാം. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാം, ഇതാണ് ALS ആഗ്രഹിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്ഡ് പ്രോസസ്സാണ്. ഇതിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.
പിന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ്, ഇത് 2 കോടിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. സ്വാഭാവികമായിട്ടും മത്സരം അതിശക്തമാണ്. വേഗത്തിലോടുന്ന ആളുകൾ നോക്കൂ, 2-3 പോയിന്റ് പറയാണ്. വേഗത്തിലോടുന്ന ആളുകൾ, അതിശക്തമായി ഓടുന്ന ആളുകൾ, കൃത്യമായ റോഡിലൂടെ കൃത്യമായ പാതയിലൂടെ ഓടുന്ന ആളുകൾ, ഇവരാണ് മുന്നിലെത്തുക. വേഗത്തിൽ ശക്തമായി കൃത്യമായ റോഡിലൂടെ പാതയിലൂടെ ഓടുന്നവരാണ് മുന്നിലെത്തുക. ALS നിങ്ങൾ അതിന് സഹായിക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ അറിയാതെ അവനെ കണ്ടതാണ്. കൃഷ്ണകീർത്തി ഇവിടെ ഉണ്ടോ? ഇതിനകത്ത് എവിടെയോ ഞാൻ കണ്ടല്ലോ. ഇതിനിടയിൽ കൃഷ്ണകീർത്തി ഉണ്ടോ? അവൻ എന്തിനാ അതിനകത്ത് കയറിയെന്ന് അറിയില്ല. കൃഷ്ണകീർത്തി ഇതിനകത്തുണ്ടോ? രാവിലെ കണ്ടായിരുന്നു, ഐ മീൻ സ്റ്റാർട്ടിങ് ചെയ്തപ്പോ കണ്ടായിരുന്നു. കൃഷ്ണകീർത്തി വിട്ടോ? ബിന്ദ ടീച്ചർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നിർത്തി, ഷാജി സാർ ഞാൻ നിർത്തി. ബാക്കി എന്തെങ്കിലും കുട്ടികൾ സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ. വി ക്യാൻ കണ്ടിന്യൂ. സാർ പിന്നെ ഇതിന്റെ സിലബസ് ഒരു മിനിറ്റ്, വിസ്മയ കൃഷ്ണകീർത്തി എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. 2 മിനിറ്റ് സംസാരിക്കും കൃഷ്ണകീർത്തി. 2 മിനിറ്റ് PSC നെ കുറിച്ചും PSC കിട്ടിയ ആളാണല്ലോ, ഞാൻ അവിചാരിതമായിട്ട് കണ്ടതാണ്. ഒന്ന് സംസാരിക്കും 2 മിനിറ്റ്. താങ്ക് യു സർ. ഞാന് സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഒന്ന് വീഡിയോ ഓണാക്കാൻ പറ്റുമോ? ഓക്കെ. ക്ലിയർ ആയോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, ഞാൻ കൃഷ്ണകീർത്തി, ലത്തീസാന്റെ സ്റ്റുഡന്റ് ആണ്. ലത്തീസാന്റെ മാത്രമല്ല, ഇതിലുള്ള ബിനിത ടീച്ചർ, അവരുടെ ജിന ടീച്ചറിന്റെ ഒക്കെ സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോ VSSCയിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. സാറ് എന്നെ പഠിപ്പിക്കുന്ന സമയം പോലെ സാറിന്റെ ഇപ്പോഴത്തെ സ്പീച്ചിന്റെ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഈ സാർ പറയുന്ന പോലെ നമ്മൾക്ക് ആ ക്ലാസ് ഓർമ്മ വരും. പല ചോദ്യങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആ ക്ലാസ് തന്നെ ഓർമ്മ വരുന്ന രീതിയിലാണ് പഠിപ്പിക്കുക. ഒരാളെന്നല്ല, 3 പേരും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു സബ്ജക്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ ആൻസർ എന്തായിരുന്നു, അതായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു പഠിപ്പിക്കുന്നതും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പിന്നീട് അത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഹാർഡ് വർക്ക് തന്നെയാണ് മെയിൻ. അപ്പോ നമുക്കൊരാള് വഴി തെളിയിക്കാനുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഒരു ബാച്ചിലെ ഒട്ടുമിക്ക പേരും ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ടുണ്ട്, പുറത്തുള്ള വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഒരു ആസ്പിറൻസ്, അവരുടെ ഒരു മോട്ടിവേഷൻ ആണ്. നമ്മൾ പാസ് ഔട്ട് ആവുന്ന സമയത്ത് തന്നെ ലത്തീഫ് സാറാണെങ്കിലും ബിനിത ടീച്ചറാണെങ്കിലും ബിജിന ടീച്ചറാണെങ്കിലും 3 പേരും PSC കയറി കഴിഞ്ഞു. അതും നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ തന്നെ PSC കിട്ടിപ്പോയി. അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടെ കൊണ്ടാവാം നമ്മളിത് വേഗം അച്ചീവ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു കൃഷ്ണകീർത്തി. ആരോ ഒരാൾ സിലബസിന്റെ കാര്യം ചോദിച്ചു. സിലബസ് എവിടെ വിസ്മയ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറേ. വിസ്മയ എന്താ ചോദിച്ചു? പിന്നെ ഇതിന്റെ സിലബസ് അത് എവിടുന്നാണ് സെർച്ച് ചെയ്ത് കിട്ടുക? അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓ, നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ സിലബസ് എല്ലാം. വേണമെങ്കിൽ ഒന്നുകൂടി ഷെയർ ചെയ്യാം കേട്ടോ. PSC ആസ്പിരന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വിസ്മയ. നമ്മളൊരു ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നുകൂടി. ഓക്കെ. താങ്ക് യു സാർ.
ഗായത്രി എന്തോ ചോദിച്ചല്ലോ. ഗായത്രി എന്തോ ചോദിച്ചിരുന്നു, പോകുന്നില്ല. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഗായത്രി ഒന്നും പറയുന്നില്ല. പിന്നെ സാർ എന്ന് മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാ? ക്ലാസ് നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ, ഡിസംബർ 4-ാം തീയതിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിസംബർ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യൂലേ? എല്ലാം ചെയ്യും. ഓക്കെ, എല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളെ അറിയിക്കും കേട്ടോ. ഗൂഗിൾ ഫോം രജിസ്ട്രേഷന്റെ കാര്യവും കുറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. നമുക്ക് 2ാമത്തെ ബാച്ചിന്റെ സ്റ്റാർട്ട് ചെയ്യണം ഇനി. വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ആരിഫ് സാർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനേ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യും? ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ PSC എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് വേക്കൻസി കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള നമ്മൾ ജനറൽ എക്സാംസ് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടാണ്. LD ക്ലർക്ക് ആണെങ്കിലും അങ്ങനത്തെ കുറെ എക്സാമിന് ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ശരിക്കും നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദ എക്സാം വളരെ കുറവായിരിക്കും. പക്ഷേ അതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും തന്നെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരാവും. അപ്പൊ എല്ലാവർക്കും എന്തുണ്ടാവും, ഈ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. അപ്പൊ ആ ധാരണ ഉള്ള ആൾക്കാരുടെ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കാതെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഓഫ് അപ്രോച്ചാണ് നമുക്ക് വേണ്ടി വരിക. എന്നാൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് അവസാന എക്സാമിന്റെ സമയത്ത് ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളിപ്പോൾ ഈ സിലബസ് നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ സിലബസ് ഒക്കെ ചില സാധനങ്ങളൊക്കെ ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിലൊരു ക്ലട്ടർ ഫോം ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പരന്ന് കിടക്കണ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സിലബസിനെ, ഇപ്പൊ നിങ്ങൾക്ക് തന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ഫെമിലറൈസ് വിത്ത് ദ സിലബസ് ആണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഈ ഓരോ ക്ലാസ്സും സ്ട്രക്ചർ ചെയ്യണത് ഇൻ എ വേ, ആ ഒരു സാധനം നമുക്കൊരിക്കലും, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഇപ്പോൾ ആന്റിബയോഗലൻസ് എന്നുള്ള ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ കാണാനുണ്ടാവും, മൈക്രോബയോളജി അല്ല ഹെമറ്റോളജിയിലും കാണാനുണ്ടാവും. അപ്പൊ അത് എല്ലാം കൂടെ ഒറ്റ സബ്ജക്റ്റിലേ വരുള്ളൂ. എന്നാൽ ആന്റിബയോഗലൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ നിങ്ങൾക്ക് പവർ പോയിന്റ് PDF പ്രസന്റേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ആന്റിബയോഗലിനെ കുറിച്ചുള്ള എല്ലാ സാധനവും അതിലുണ്ടാവും. അതായത് സാധാരണ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സാമിന്റെ തലേന്ന് നമ്മളെപ്പോഴും വിഷ്വലൈസ് ചെയ്യേണ്ടത് എക്സാമിന്റെ തലേന്നും എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള മണിക്കൂറുകളുമാണ്. നമുക്ക് വായിച്ച് തീർക്കാൻ കഴിയൂല. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് അത് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് എവിടെയെന്നുള്ള നമ്മൾ മറന്നു പോകും. ഇപ്പൊ നമുക്ക് ആ ഒരു ലിങ്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഒരൊറ്റ റെഫറൻസ് മെറ്റീരിയൽ മതി. അതായത് പത്തോളജിക്ക് ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടാവും, മൈക്രോക്ക് ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ ഈ ബയോകെമിസ്ട്രിക്ക് ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടാവും. ഈ 3 സാധനം നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഹാൻഡി ആവും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൾക്കി ആവില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അത് റിഫ്രഷ് ചെയ്യുക, ഫൈനൽ അവേഴ്സിൽ റിഫ്രഷ് ചെയ്യുക എന്നുള്ളത് സാധാരണ രീതിയിൽ ഒരു എക്സാമിന്റെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ഉള്ള സംഗതിയാണ്. അപ്പൊ നമുക്ക് കുറേ ബുക്കുകളും കുറേ നോളജും ഒക്കെ ഉണ്ടായാലും അവസാനം വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക നമ്മളെ ഈ സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ ആണ്. ഇപ്പൊ പല സാധനങ്ങൾ ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ പല സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എന്താ പറയാ, വെട്ടി പോകാൻ പറ്റും. ഇതിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല, ഇതിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല, കാരണം അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അറിയാത്ത ക്വസ്റ്റിന് പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മളെ സ്റ്റഡി അപ്രോച്ച് സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുപോലുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു എന്താ പറയുക ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ നിങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളും നിങ്ങൾ ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യും. അതായത് നിങ്ങൾക്ക് ആ ഫൈനൽ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോണ സംഗതി എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ അതിന് ഒരുക്കുക. അപ്പോൾ അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളെ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ടീം ആണെന്നുണ്ടെങ്കിലും അത് ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പക്ഷെ ഭയങ്കര കോംപ്രിഹെൻസീവ് ആണെങ്കിലുള്ള പ്രശ്നം എന്താ, നിങ്ങൾക്കത് വായിച്ച് തീർക്കാൻ കഴിയൂല. അപ്പോൾ നമുക്ക് ഷുവർ ഷോട്ട് ആയിട്ടുള്ള സാധനങ്ങൾ എന്തായാലും നമ്മൾ കവർ ചെയ്യണം. അതൊരു 60% ക്വസ്റ്റ്യൻസും ഈ ഷുവർ ഷോട്ട് നിന്നാണ് വരിക. ഷുവർ ഷോട്ട് നിന്ന് വരുന്ന ഒരു സാധനവും നമുക്ക് മിസ്സാവണില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്നതെല്ലാം എന്താണ്, നമ്മളെ ആ ഒരു ത്രഷോൾഡിന്റെ മുകളിലേക്ക് നമ്മളെ കൈ പിടിച്ച് ഉയർത്തുന്ന പോയിന്റ്സ് ആവും. അപ്പോൾ നമ്മളെ ഫോക്കസ് എപ്പോഴും ഇപ്പൊ നിങ്ങളൊക്കെ കേൾക്കാറില്ല ഈ ഫോക്കസ് പോയിന്റ്സ് അങ്ങനത്തെ ഐറ്റം ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഫോക്കസ് പോയിന്റ്സ് എന്നുള്ളത് നമ്മൾ എന്തായാലും തറോ ആവും. എന്ന് പറഞ്ഞാൽ തറോ മീൻസ് ഒരു 10-20 ടൈംസ് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തിരിക്കും. ആ ഫോക്കസ് പോയിന്റ്സ് മീൻസ് അറൌണ്ട് 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ വന്ന 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 20 ടൈംസ് എങ്കിലും ഓരോ വ്യക്തിയും ഇതിൽ ചെയ്തിരിക്കും. അങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ച നമുക്ക് റിവിഷൻ ഉണ്ടല്ലോ. ആ റിവിഷന്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്യണത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 4 ആഴ്ചകൾ ഉണ്ടാവും ഒരു മാസത്തിൽ. 6 മാസങ്ങൾ ചുരുങ്ങി നമ്മളെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ 24 എന്തായാലും 24 ടൈംസ് ഇത് അഷ്യൂർഡ് ആണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയാതെ പഠിച്ചു പോകും. അത്ര ഇൻവോൾവ് ആവണമെന്നേ ഉള്ളൂ. നമ്മളെ ഫോക്കസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ട്രക്ചേർഡ് അപ്രോച്ചും കൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് യു ക്യാൻ മേക്ക് ഇറ്റ് എന്നാണ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ ഇത് നന്ദി പറയാന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പരീക്ഷയാണ് DME എന്ന് പറഞ്ഞാൽ. ഒരുപാട് വേക്കൻസി വരും. കാണിക്കണ നോട്ടിഫിക്കേഷന്റെ സമയത്ത് തന്നെ വേക്കൻസി അല്ല. നമ്മൾ നോക്കിയാൽ 100ന്റെ മുകളിലും 150ന്റെ മുകളിലും ഒക്കെ പ്ലേസ്മെന്റ് കിട്ടിയ DME റാങ്ക് ലിസ്റ്റുകളുണ്ട്. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനമാണ്. മറ്റുള്ള പോലെ ഈ എന്താ പറയാ ഈ 10-20 വേക്കൻസി ഉള്ള ഒരു എക്സാം ആവൂല. ഒരുപാട് വേക്കൻസികൾ വരാനുള്ള ചാൻസ് ഉള്ള ഒരു എക്സാം ആണ്. 3 years വാലിഡിറ്റി ഉണ്ടാവും. അപ്പൊ എന്തായാലും മാക്സിമം പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങാൻ തീരുമാനിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ലത്തീഫ് സാറിന് വളരെ എന്താ പറയാ പ്രചോദനാത്മകമായ വാക്കുകൾ പറഞ്ഞ ലത്തീഫ് സാറിന്, പിന്നെ ഷാജിയേട്ടൻ, ചന്ദ്രൻ സാർ, ഭാസ്കരൻ സാർ, ബാക്കി ഇതെല്ലാം ശ്രമിച്ച എല്ലാ ആൾക്കാർക്കും നന്ദി പറയാണ്. നീ ഷാജിയേട്ടാ. ആരിഫ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് 2020 ഡിസംബറിൽ വന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു 297 ആളുകൾക്ക് അഡ്വൈസ് കിട്ടിയെന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. അത് ജയന്തല്ല, വൻ ചെത്ത് ലിസ്റ്റ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികളെ ഒരു നമുക്ക് ഒരു 80% ആൾക്കാരെങ്കിലും നമുക്ക് ലിസ്റ്റ് കയറ്റാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യണം. 2020 ലാസ്റ്റ് ഡിസംബറിലെ ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു. അതിൽ ആ ലിസ്റ്റില് 297 കറക്റ്റ് നോക്കണം. അത്രയും ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സംഭവമാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു. പിന്നെ പുതിയ മെഡിക്കൽ കോളേജുകളൊക്കെ വന്നാലേ സ്വാഭാവികമായിട്ടും എണ്ണം കൂടാനാണ്. പ്ലേസ്മെന്റ് റേഷ്യോ ഭയങ്കര ഹൈ ഉള്ള ഇതാണ്. അപ്പോ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വെച്ചിട്ട് പ്ലേസ്മെന്റ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള ഒരു എക്സാമിൽ പെട്ടതാണ്. ആളുകളിൽ എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും സിമിലർ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ ടഫ് ആവും. അവിടെ നമുക്ക് സ്ട്രക്ചേർഡ് അപ്രോച്ചും എന്താ പറയുക സയന്റിഫിക് റിവിഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ സെമിനാറിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രചോദനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജോയിൻ ചെയ്തവർക്കുള്ള നെക്സ്റ്റ് ഓറിയന്റേഷൻ ഉണ്ടാവും, പെർഫെക്റ്റ് ഓറിയന്റേഷൻ. അതിനകത്താണ് നമ്മൾ നിങ്ങളുടെ മെത്തേഡും സ്ട്രാറ്റജിക്കും അതിലേ അവതരിപ്പിക്കുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ, ഞാൻ സമയം കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് നിർത്തിയതാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് പിന്നീട് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിലിപ്പോ 2 ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എക്സാംസ് എഴുതിയിട്ടുണ്ട് ഹർഷ രവി. അതൊക്കെ അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ രണ്ടും ചിലപ്പം 4 ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആവും. പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ എന്താ പറയാ ഹയർ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള, അപ്പൊ നമുക്കൊരു 10-20 പോസ്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളിലൊക്കെ നമ്മൾ കുത്തിയിരിക്കണം. പക്ഷെ നമ്മൾ പറയണതെന്ന് പറഞ്ഞാല് ആ സാധനങ്ങളിൽ കുത്തിയിരിക്കണം. അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 60% അത് 60% ഷുവർ ഷോട്ടാണ്. നിങ്ങൾ ഈ എല്ലാ സെഗ്മെന്റും
പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എക്സാംസ് വെച്ച് കഴിഞ്ഞാൽ 60% ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 20 ടൈംസ് 30 ടൈംസ് നമ്മളെ കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യും 60% അറ്റ്ലീസ്റ്റ്. അപ്പൊ എന്താവും പിന്നുള്ളത് ഇതുപോലുള്ള ഇങ്ങനെ കുറെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഈ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ലത്തീഫ് സാർ പറഞ്ഞല്ലേ, ആ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഞായറാഴ്ചകളിൽ നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ എന്താ പറയാ, ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ സൈക്കോളജിയിലും കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അവർ ക്വസ്റ്റ്യൻ ഇടുന്നത് അവരെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് തൊടാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫീൽ കിട്ടാനാവും ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ഇടുക. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും തൊടും, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യും. അത്രയും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാനുള്ളത് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ സാധനം ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യണത്, അതായത് എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യണത്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലികൾ ഉണ്ടാവും, എല്ലാവരും എൻഗേജ്ഡ് ആവും പല കാര്യങ്ങളിൽ. ഇത് ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡോ തേർഡോ പ്രയോറിറ്റി ആവും. പക്ഷെ ലത്തീഫ് സാർ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് പ്രയോറിറ്റി ഒക്കെ മാറിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആവുകയും വേണം. എന്നിട്ട് നമ്മൾ നല്ലോണം സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു അപ്രോച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ്. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലേ ഷാജി ചേട്ടാ? വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ കുറെ ടൈം ആയിട്ടുണ്ടോ അല്ലേ? നമ്മളൊരു 9 മണി വരെയൊക്കെ ഒരുപാട് ടൈമായി. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ഉടനെ എല്ലാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലുള്ള നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഇന്നൊരു 100-ലധികം പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വീണ്ടും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.